സുഹൃത്തുക്കളെ, ഇതൊരു ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള മറുപടി എന്ന നിലയ്ക്കല്ല. ഈ പല ആളുകളും ഈ പുസ്തകത്തെ പറ്റിയും ഈ പുസ്തകം പ്രസാധനം ചെയ്യപ്പെട്ട സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. അപ്പോൾ അതിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പുസ്തക ചർച്ചയുമായി നേരിട്ട് ബന്ധമില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത കാലത്ത് DC ബുക്സ് ഒരു പുതിയ ഉര എന്ന് പറയുന്ന മൗലികതയുള്ള ചിന്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സമ്പ്രദായം എന്നാണ് അവർ ഉര എന്നതിനെ കൊടുത്തിരിക്കുന്ന നിർവചനം. അപ്പോൾ ഈ ഉരയുടെ കീഴിൽ ഒരു ഗുരുചിന്തന ഒരാമുഖം എന്നൊരു കൃതി 3-4 മാസമായി തോന്നുന്നു പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് ആമുഖത്തിൽ പറയുന്നത് ഈ 1-2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ഗ്രന്ഥകർത്തൃത്വം കൊണ്ട് പ്രമാണിമാരായി നടക്കുന്ന ആളുകളുള്ള നാടാണ്. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടും നിഷ്ഠയോടും കൂടി ഗ്രന്ഥകർത്തൃത്വത്തെ മായ്ച്ചു കളഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന് ഗ്രന്ഥകർത്താവില്ല. അപ്പം എന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് മുകളിൽ നിന്ന് പൊട്ടി വീണതാണോ അശരീരി പോലെ വന്ന് പതിച്ചതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഗ്രന്ഥകർത്താവിൻ്റെ പേരില്ലാത്ത പുസ്തകങ്ങൾക്ക് 2500 വർഷങ്ങൾക്ക് മുമ്പ് ബ്രാഹ്മണർ ഒരു പേര് നൽകിയിരുന്നു, അപൗരുഷേയത്വം. വേദങ്ങൾ അപൗരുഷേയങ്ങളാണ് എന്ന് പറഞ്ഞാൽ വെളിപാടുകളാണ്. അപ്പം ഈ വേദങ്ങൾ സൃഷ്ടിച്ച ബ്രാഹ്മണർക്ക് അതിനുശേഷം പേരുകളുള്ള കൃതികൾ രചിച്ച ആളുകൾക്ക് ലഭിച്ചതിൻ്റെ 1000 മടങ്ങ് അധികാരവും പദവിയും ബഹുമാനവുമാണ് സമൂഹത്തിൽ കിട്ടുന്നത്. അപ്പം സാധാരണ ഗ്രന്ഥകർത്തൃത്വം കൊണ്ട് ഒരു സാധാരണ ഗ്രന്ഥകാരന് ലഭിക്കാവുന്ന ലോകസാധാരണമായ അംഗീകാരവും ഉണ്ട്. ഇതല്ല ഈ ഗുരുചിന്തന ഒരാമുഖം എന്ന കൃതി രചിച്ച ആൾ ആഗ്രഹിക്കുന്നത്. ഇതിനും അപ്പുറത്തുള്ള പരമമായ അധികാരമാണ്. ഈ അധികാരം എന്ന് പറഞ്ഞാൽ ദുരധികാരമാണ്. അപ്പം ഈ ദുരധികാര വാസനയാണ് ഗ്രന്ഥകർത്തത്തെ മായ്ച്ചു കളയാൻ അത് എഴുതിയ ആളിനെ പ്രേരിപ്പിക്കുന്നത്. അത് പലർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. യഥാർത്ഥത്തിൽ ഈ മറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥകർത്താവ് ആരാണെന്ന് അറിയാമായിരിക്കും. അപ്പോൾ ഇതിനുശേഷം ഈ കൃതിയുടെ ഉള്ളടക്കത്തിലേക്ക് കടന്നാൽ നാരായണ ഗുരുവിൻ്റെ ഇതിനെ സമഗ്രമായി വിശകലനം ചെയ്താൽ വിശാലമായ അർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ ദർശനമെന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ന് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്ന ജാതി വിരുദ്ധമായതും ഈഴവ ജനതയുടെ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെയായ അഭിവൃദ്ധിക്ക് വേണ്ടി നടന്ന SNDPയുടെ നേതൃത്വം നടന്ന പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത പങ്കാളിത്തവും ഒന്നുമല്ല, ഉപേക്ഷ. എല്ലാ കാര്യങ്ങളോടും തനിക്ക് ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും പുലർത്തുന്ന സമ്പൂർണമായ ഉപേക്ഷാ മനോഭാവം ആണ് ഒന്നാമത്തെ നാരായണ ഗുരുവിൻ്റെ ഗുണം. 2, നിർബാധ്യത. ഈ സന്യാസത്തിൻ്റെ കാര്യങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഒരുപാട് പദങ്ങളുണ്ട്. നിർമ്മമത്വം, നിസ്സംഗത, വൈരാഗ്യം, സ്ഥിതപ്രജ്ഞത. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വലിയ മൗലികമായ ഒരു ആശയമാണ് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താനായിരിക്കും ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിർബാധ്യത. ഒന്നിനോടും ബാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ തനിക്ക് ചുറ്റും സംഭവിക്കുന്ന ഒരു കാര്യം കൊണ്ടും ബാധിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് നിർബാധ്യത എന്ന് പറയുന്നത്. അപ്പം നാരായണ ഗുരു രണ്ടാമത്തെ ഗുണം നിർബാധ്യതയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു, തത്വചിന്ത, തത്വജ്ഞാനം, തത്വദർശനം. അപ്പോൾ ഈ പാശ്ചാത്യ തത്വചിന്തകരെയും തത്വചിന്തയെയും പരിഹസിച്ചുകൊണ്ട് തത്വചിന്തകരുടെ ജോലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തത്വദർശികളായ ആളുകളുടെ അനുഭവം പറഞ്ഞ് കേട്ടിട്ട് അതിനെപ്പറ്റി പ്രബന്ധങ്ങൾ രചിക്കുന്ന എന്തോ മോശപ്പെട്ട പണിയാണ് ഫിലോസഫി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ തത്വജ്ഞാനം, തത്വദർശനം എന്നത് അനുഭവിച്ചു തീർക്കുക. അതിനെപ്പറ്റി പ്രബന്ധം രചിക്കാനോ സെമിനാറുകളിൽ പ്രസംഗിക്കാനൊന്നും അവർ പോവില്ല. സ്വയം അനുഭവിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷയോടെ നിർബാധ്യതയോടെ കഴിയുക. എന്നിട്ട് ഒരു വിശേഷണം കൂടി കൊടുക്കുന്നുണ്ട്, ലോകത്ത് എന്തും സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല, എന്നെ അത് ബാധിക്കുന്നില്ല. ഇതാണ് നിർബാധ്യതയ്ക്ക് ഈ മറഞ്ഞിരിക്കുന്ന ഗ്രന്ഥകാരൻ കൊടുക്കുന്ന നിർവചനം. അപ്പോൾ യഥാർത്ഥത്തിൽ നാരായണ ഗുരു ഇങ്ങനെയുള്ള എല്ലാത്തിനോടും ഉപേക്ഷാഭാവത്തോടെയും നിർബാധ്യതയോടെയും ജീവിച്ചിരുന്ന ഒരാളാണ് എന്ന് നമ്മൾ ഈ പുസ്തകത്തിലെ വാദം അംഗീകരിച്ചാൽ 2002 ഗുജറാത്തിൽ നാരായണ ഗുരു അഹമ്മദാബാദ് പട്ടണത്തിൽ ജീവിച്ചിരുന്നു വിചാരിക്കുക.
അപ്പൊ ഈ ഒരു മുസ്ലിം ഗർഭിണിയുടെ വയറ് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ ഇങ്ങനെ കുന്തത്തിൽ കുത്തി നിർത്തുന്ന കണ്ടാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നിർബാധിതനാണ്, ഈ സംഭവത്താൽ നിർബാധിതനായിരിക്കും, അല്ലെങ്കിൽ അതിനോട് സമ്പൂർണമായ ഉപേക്ഷാ മനോഭാവമായിരിക്കും എനിക്കുണ്ടാവുക എന്നായിരിക്കുമല്ലോ നാരായണഗുരുവിൻ്റെ മനോഭാവം. അങ്ങനെയാണെങ്കിൽ ആ നാരായണഗുരു തികച്ചും നിരുത്തരവാദിയും ക്രിമിനലുമായ ഒരു മനുഷ്യനാണ്. 2002 ഗുജറാത്തിൽ ഉപേക്ഷയോടെയും നിർബാധിതനായും ജീവിക്കാൻ കഴിയുന്ന നാരായണഗുരുവിനെ അല്ല കേരളം അറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്നും അങ്ങനെയുള്ള നാരായണഗുരുവിനെ അല്ല കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നാരായണഗുരുവിനെ അല്ല കേരളം പല അദ്ദേഹത്തിന് മുകളിൽ ചാർത്തിയിട്ടുള്ള മുദ്രകളിൽ നിന്ന് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നതും. എന്നിട്ട് ഇദ്ദേഹം ഈ ഡയോജനീസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ചിന്തകന്റെ കാര്യം പറയുന്നു. ഈ സമൂഹത്തിൽ നിന്ന് ഒന്നും എടുക്കത്തുമില്ല നിർബാധിതർ, സമൂഹത്തിലേക്ക് ഒന്നും കൊടുക്കുന്നുമില്ല. ഡയോജനീസിൻ്റെ അടുത്ത് അലക്സാണ്ടർ ചക്രവർത്തി വന്ന് താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് അലക്സാണ്ടർ ചോദിച്ചപ്പോൾ ആ വെട്ടം മറയാതെ ഒന്ന് മാറി നിന്നാൽ മതി എന്ന് ഉപേക്ഷാഭാവത്തോടെ പറഞ്ഞു. ഈ വെട്ടം മറയാതെ മാറി നിൽക്കുന്നാൽ മതി എന്ന് ഗ്രീക്ക് ഭാഷയിലാണല്ലോ സംസാരിച്ചത് ഡയോജനീസ്. സമൂഹത്തിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ വെട്ടം മറയാതെ മാറി നിൽക്കുന്നു എന്ന ഗ്രീക്ക് പദങ്ങൾ അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? എന്താ ഡയോജനീസ് സാധ്യമായി ഉണ്ടാക്കിയതാണോ? ഡയോജനീസിന് മുമ്പ് തന്നെ ഒരു ഗ്രീക്ക് ഭാഷയുണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്ന് ഒന്നും എടുക്കാൻ ഇല്ല എന്ന് കരുതുന്ന ആൾ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ നാരായണത്ത് ഭ്രാന്തൻ. അപ്പൊ ജീവിതത്തിന്റെ നിരർത്ഥകതയെ വിളിച്ചോതിക്കൊണ്ട് നാരായണത്ത് ഭ്രാന്തൻ ആളുകളെ നോക്കി ഇങ്ങനെ ചിരിക്കുമായിരുന്നു. അലൗകികമായ ചിരി എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ തൻ്റെ ഈ അലൗകികമായ ചിരി കേൾക്കുന്നവർ ജീവിതത്തിന്റെ നിരർത്ഥകതയാണ് ഈ ചിരിയുടെ ധ്വനി എന്ന് മനസ്സിലാക്കണമെന്ന് നാരായണത്ത് ഭ്രാന്തൻ അറിയാമല്ലോ. ആ ജീവിതം നിരർത്ഥകമാണെന്നൊരാശയം ധനിപ്പിക്കാനാണല്ലോ അദ്ദേഹം ഞാൻ അലൗകികമായി ചിരിക്കുന്നത്. അപ്പോൾ നാരായണത്ത് ഭ്രാന്തനും ഈ ചിരിയുടെ ശ്രോതാക്കളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാകണം. ഈ ചിരി നമ്മൾ പല കാര്യങ്ങളും ധ്വനിപ്പിക്കുന്നത് ചിലപ്പോൾ ആംഗ്യഭാഷയിലൂടെയാകാം, ചിരിയിലൂടെയാകാം, നോട്ടങ്ങളിലൂടെയാകാം, വെർബൽ ലാംഗ്വേജിലൂടെയാകാം. പക്ഷെ നാരായണത്ത് ഭ്രാന്തൻ ചിരിക്കുന്നു. അപ്പൊ ചിരിക്ക് ഇങ്ങനെ ഒരു ധ്വനിയുണ്ട് എന്നത് നാരായണത്ത് ഭ്രാന്തൻ സൃഷ്ടിച്ചതല്ല. അതിനു മുമ്പ് തന്നെ നിലനിൽക്കുന്ന ഭാഷാപരമായ പലതരം ഉടമ്പടികളാണ് ഈ ചിരിയുടെ അർത്ഥം ഇന്നതാണെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. അവിടെയും സമൂഹത്തിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നാരായണഗുരു തൻ്റെ യൗവനകാലത്ത് അവധൂതനായി ഒരുപാട് വർഷങ്ങൾ അരഞ്ഞു. ഈ അരഞ്ഞ സമയത്തും അതിനുശേഷം അരുവിപ്പുറത്ത് വന്ന് അവിടെ ഒരു വാവുട്ടി യോഗത്തിൻ്റെ ആളാവുകയും 1903 SNDP യോഗത്തിന് പ്രസിഡന്റായിരിക്കുകയും അതിനുശേഷം ശിവഗിരി മഠം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തൻ്റെ ആഹാരം, തൻ്റെ പാർപ്പിടം, തൻ്റെ വസ്ത്രം, തൻ്റെ യാത്ര, ഇതിനൊന്നും വേണ്ടി നാരായണഗുരു ഒരു ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ കൊടുത്തതാണ്. ഇങ്ങനെയൊക്കെ കൊടുത്ത ആളുകളോട് ഉപേക്ഷാഭാവം ആണ് അദ്ദേഹത്തിൻ്റെ മനോഭാവമെങ്കിൽ അത് നന്ദികേടാണ്. അതുകൊണ്ടാണ് ഹൈഡഗർ എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞത് ചിന്തിക്കുക, തിങ്കിങ് എന്ന് പറയുന്ന ഒരു താങ്ക്സ് ഗിവിങ് കൂടിയാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോടൊരു നന്ദി പ്രകാശനം കൂടിയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും നന്ദി കെട്ട മനുഷ്യനാണ് നാരായണഗുരു എന്ന് തോന്നിപ്പോകും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ആധാരമായിട്ട് നമ്മുടെ ഉപനിഷത്തുകൾ. ഞാൻ പറഞ്ഞു വന്നത് ഈ സമീപകാലത്തായി ഈ ഹിന്ദു വലതുപക്ഷം എന്ന് പറയുന്നവരെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ വളരെ സെക്യുലർ ഇടതുപക്ഷ ആളുകൾ, കവികൾ, എഴുത്തുകാർ എന്നൊക്കെ വിചാരിക്കുന്നവരുടെ ഇടയിൽ ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഗതിയാണ് എന്നൊരു വിചാരം, എന്നൊരു ധാരണ വീണ്ടും വീണ്ടും വളർന്നു വരികയാണ്. അവിടെയാണ് ഞാൻ അജയ് ശങ്കർ ഉന്നയിച്ച ഒരു പ്രശ്നത്തിന് എൻ്റെ വീക്ഷണം ഞാൻ പറയാം. സ്വാമി ധർമ്മതീർത്ഥൻ അദ്ദേഹം ഹിന്ദു ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകത്തിൽ അദ്ദേഹം എടുക്കുന്ന സമീപനം ഹിന്ദുയിസത്തിൻ്റെ ദാർശനിക അടിത്തറ, ഉപനിഷത്തുകൾ പ്രതിപാദിക്കുന്ന ദാർശനിക അടിത്തറ അല്ല ജാതി. അതുകൊണ്ട് ഉപനിഷത്തുകളെ സ്വീകരിക്കുകയും ജാതിയെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വാമി ധർമ്മതീർത്ഥൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ, അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള സമീപനം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ വലിയ EMSനെ പോലെയുള്ള നമ്മുടെ ബുദ്ധിരാക്ഷസീയ ഭാവം കൊടുത്ത, അല്ലെങ്കിൽ ബുദ്ധിരാക്ഷസൻ എന്ന് കേരളം അറിഞ്ഞ് ആദരിച്ചിട്ടുള്ള EMS ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ബ്രാഹ്മണർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം കൂടിയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഇത്രയധികം ബുദ്ധി ഉണ്ടാകുന്നതിനുള്ള കാരണം അവർ കുട്ടിക്കാലത്ത് തന്നെ വേദങ്ങളിൽ ആയിരക്കണക്കിന് വരുന്ന ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു. ഈ മെമ്മറിയാണ് ബ്രാഹ്മണരുടെ ഇന്റലിജൻസിൻ്റെ അടിസ്ഥാനം. ഇത് 1989 മണ്ഡൽ കമ്മീഷൻ
നെതിരായ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ JNUവിൽ അന്ന് നേരത്തെ ഇവിടെ മാധവനൊക്കെ പറഞ്ഞതാണ്, ആധുനിക ഇന്ത്യ ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായ ബിപിൻ ചന്ദ്ര പറയുകയുണ്ടായി, ഈ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ ധിഷ്ണയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നോക്കൂ, EMS ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എത്രയോ വർഷമായിരിക്കുന്നു, കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. പക്ഷെ ഈ ധാരണ ബ്രാഹ്മണർക്ക് വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ അനവധി ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് മസ്തിഷ്കത്തിൽ ഈ സംഭരിച്ചു വെക്കുന്നതും അത് പിന്നീട് ഈ റിട്രീവ് ചെയ്യാനും കഴിയുന്ന ഈ മെമ്മറി, ഓർമ്മയാണ് ബുദ്ധിശക്തിയുടെ അടിത്തറ എന്ന ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത കാലത്തെ ഈ കൊഗ്നൈറ്റീവ് ന്യൂറോ സയൻസിന്റെ കണ്ടെത്തലെന്ന് പറയുന്ന ഓർമ്മയും ബുദ്ധിശക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 2, ഒരു മനുഷ്യൻ ലഭിക്കുന്ന അറിവുകൾ മുഴുവൻ നമ്മുടെ മസ്തിഷ്കത്തിനകത്താണ് ലഭിക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വലിപ്പവും മസ്തിഷ്ക ആന്തരിക ശേഷിയും കോശങ്ങളുടെ എണ്ണവും ഒക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്, ബ്രാഹ്മണനായാലും ചണ്ടാളനായാലും ഒക്കെ. പക്ഷെ നിങ്ങൾ ഒരു 10 ലക്ഷം ശ്ലോകം ഇങ്ങനെ ഗുരുമുഖത്തു നിന്ന് കേട്ട് തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന പോലെ പഠിച്ചിട്ട് ഇത് മുഴുവൻ നിങ്ങളുടെ കോർട്ടിക്കൽ സ്പേസിൽ സംഭരിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമൂർത്തവും മൗലികവുമായി ചിന്തിക്കാനുള്ള മസ്തിഷ്ക സ്ഥലം എവിടെ നിന്ന് കിട്ടും? കാരണം നിങ്ങളുടെ മസ്തിഷ്കം മുഴുവൻ ഒരു ഗോഡൗൺ പോലെ ഈ സംസ്കൃത ശ്ലോകങ്ങൾ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. അയാൾക്ക് കണക്കിനെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല, ശാസ്ത്രത്തെപ്പറ്റി ചിന്തിക്കാൻ മസ്തിഷ്കത്തിൽ സ്ഥലമില്ല, തത്വചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ അയാളുടെ മസ്തിഷ്കത്തിൽ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഈ ഹോമറിന് ശേഷം ഗ്രീക്കുകാർ അതിന് ഇംഗ്ലീഷിൽ എക്സോഗ്രാം എന്ന് പറയുന്ന റൈറ്റിംഗ് കണ്ടുപിടിച്ച് എഴുത്തെന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ എഴുതുന്നതോടുകൂടെ നിങ്ങളുടെ മസ്തിഷ്കത്തെ ഫ്രീ ആക്കുകയാണ്, നിങ്ങളുടെ മസ്തിഷ്കത്തെ നിങ്ങൾക്ക് ഏതു തരത്തിൽ ചിന്തിക്കുന്നതിന് വേണ്ടി ലഭ്യമാവുകയാണ്. നിങ്ങളുടെ മസ്തിഷ്കം കാണാൻ പഠിച്ച് സ്റ്റോർ ചെയ്യേണ്ട, നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ രേഖകളിൽ എഴുതി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് മാത്രമല്ല, അതിനകത്ത് ഡെമോക്രസി ഉണ്ട്. അങ്ങനെ ഒരു രേഖയിൽ ലിഖിതമാകുന്നതോടെ ജ്ഞാനം ജനാധിപത്യമാകുന്നു, ആർക്കും ഏത് മനുഷ്യനും ലഭ്യമാകാവുന്ന ഒരു ഡെമോക്രാറ്റിക് അസറ്റായി മാറുകയാണ്. അപ്പം ബ്രാഹ്മണന്മാർ ഈ മസ്തിഷ്കത്തിൽ തന്നെ സൂക്ഷിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണം ഇത് സാധാരണ മറ്റു മനുഷ്യർക്ക് ലഭ്യമാകരുത്. 2, ഇവർ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഈ വേദങ്ങൾ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അത് പാപമാണ്, എഴുതുന്ന വേദം വായിക്കുന്നവന്റെ സ്ഥാനം നരകത്തിൽ പോകും, 1000 നരകങ്ങൾ അവനെ കാത്തു കിടക്കുന്നു എന്നാണ് ഈ ബ്രാഹ്മണ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു BC 1500 എന്ന് പറയുന്ന കാലയളവിനെ ആര്യന്മാരുടെ ആദ്യ കുടിയേറ്റമെന്നും BC 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തെ ഈ ഋഗ്വേദത്തിന്റെ രചന എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് പാട്ടുകളാണ്. അപ്പോൾ നമ്മൾ രചനാകാലം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നതാണ്, ആരും എഴുതിയിട്ടില്ല. ഈ വേദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കാലം ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് വേദങ്ങളുടെ ലഭ്യമായ സംസ്കൃത കയ്യെഴുത്ത് പ്രതികൾക്ക് AD 1000 വർഷമാണ് എന്ന് പറഞ്ഞാൽ 2000 തൊട്ട് 2500 വർഷം വരെ വേദങ്ങൾ എഴുതപ്പെട്ടിരുന്നില്ല. ഇത് തലച്ചോറിനകത്ത് സൂക്ഷിച്ച് ഇങ്ങനെ ഈ റോട്ട് ലേണിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇതുപോലെ ഈ ഹൃദയസ്ഥമാക്കി കാണാതെ പഠിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2500 വർഷമായി ഇന്ത്യയിലെ ബ്രാഹ്മണർ ചിന്തിച്ചിട്ടേയില്ല. അപ്പം അത്രത്തോളം ചിന്താശൂന്യരായ ഒരു ജനവിഭാഗമാണ് ഇവർ. ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഇനിയും ഇങ്ങനെ ഈ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ച ഉപനിഷത്തുകൾ ഇത്ര കേമമാണ് എന്ന് ഈ മതേതര ബൗദ്ധിക രംഗത്ത് നിൽക്കുന്നവർ പോലും പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇവരിന്ന് ഇപ്പോൾ ഈ ഗുരുചിന്തന എന്ന കൃതിയിൽ പറയുന്നത് ദർശനം എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഈ പറയുന്ന ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്ക് ദർശനം എന്നതാണ്. അപ്പോൾ ഈ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ യൂറോപ്പിൽ നിന്ന് ഫിലോസഫി എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഫിലോസഫി എന്ന വാക്കിൻ്റെ തർജ്ജമ എന്ന അല്ലെങ്കിൽ അതിന് സംസ്കൃത പദം എന്ന നിലയ്ക്കാണ് ദർശനം എന്ന വാക്ക് ഉപയോഗിച്ച് ഇന്ത്യൻ ദർശനം, അത് ഷഡ് ദർശനങ്ങൾ എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങളുണ്ട്. പക്ഷെ ദർശനം, ദർശിക്കുക, കാണുക എന്ന് പറയുന്നത് ഒരു കൊഗ്നിറ്റീവ് ആക്ടിവിറ്റി അല്ല, അതൊരു സെൻസറി മോട്ടോർ ആക്ടിവിറ്റിയാണ്. കാണുക എന്ന് പറയുന്നത് വെറും ഇന്ദ്രിയ പ്രവർത്തനമാണ്, ആർക്കും കാണാം, കണ്ണുള്ള ആർക്കും കാണാം. അപ്പം ഈ ഉപനിഷത്തുകൾ സൃഷ്ടിച്ച മഹർഷിമാരും ഋഷിമാരും എന്ന് പറയുന്നവർ അവരുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളോ അവരനുഭവിച്ച കാര്യങ്ങളോ, അനുഭവം എന്ന് പറയുന്നതും ഒരു ഇന്ദ്രിയ പ്രവർത്തനമാണ്. അതിന് ഒരു തരത്തിലുള്ള ധിഷ്ണയുടെയും ബുദ്ധിയുടെയും ആവശ്യമില്ല. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇത്ര ആളുകളെ എനിക്ക് കാണുന്നതിന് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണെങ്കിലും കാണാം, പൊട്ടനാകാതിരുന്നാൽ മതി. അപ്പം ഇതിനർത്ഥം ഈ ദാർശനികരുടെ, ഹിന്ദു ദാർശനികർ പൊട്ടന്മാരായിരുന്നില്ല എന്ന് മാത്രമേ, ഇത് കണ്ണുപൊട്ടന്മാരായിരുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവരൊരിക്കലും ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളല്ല ഇത്. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത്
അമൂർത്തമായി ചിന്തിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്നാണ് ഗ്രീക്കുകാർ അതിന് കൊടുത്ത നിർവചനമെങ്കിൽ, ഇന്ത്യയിലെ ആളുകൾ ഈ ഫിലോസഫിയെ ദർശനമെന്ന് പരിഭാഷപ്പെടുത്തുകയും, ദർശനമെന്ന് പറയുന്നത് പ്രപഞ്ചവുമായി നേരിട്ട് നടത്തുന്ന താതാത്മ്യമാണ്. ഭൗതിക പ്രപഞ്ചവുമായി അല്ലെങ്കിൽ അതിഭൗതിക പ്രപഞ്ചവുമായി അതിനെ അകക്കണ്ണുകൊണ്ട് കാണുന്ന പ്രക്രിയയാണ്, എന്നിട്ട് അതിനെ അനുഭവിക്കുന്ന കാര്യമാണ്. ഈ എല്ലാ ഉപനിഷത്തുകളുടെയും അടിസ്ഥാന ഉപനിഷത്തുകൾ എന്ന് ആദ്യത്തെ ബൃഹദാരണ്യ ഉപനിഷത്തിനെയും ചാന്തോക്യ ഉപനിഷത്തിനെയും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ ചില മഹത് വചനങ്ങൾ വാക്യങ്ങൾ എന്ന് പിൽക്കാലത്ത് അത് വാഴ്ത്തപ്പെട്ടത് ചില സാധനങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഇവിടെ ഡോക്ടർ ശർമ്മള പരാമർശിക്കുകയുണ്ടായി. ഈ വേദമന്ത്രങ്ങളുടെയും യാഗങ്ങളുടെയും തർക്കങ്ങളുടെയും പശുവിനെ കൊടുക്കുന്നതിൻ്റെയും കൊടുക്കാത്തതിൻ്റെയും ഒക്കെ തന്നെ സാധാരണ മന്ത്രോച്ചാരണ രീതികൾ തന്നെയാണ് ഇതിൻ്റെ 90%. ഇവിടെ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ അത് പിൽക്കാലത്ത് മഹത് ഉപനിഷത് വാക്യങ്ങളായി പിൽക്കാലത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു. ഈ തത്വമസി എന്ന് പറയുന്നത് യു ആർ ദാറ്റ് എന്ന് പറയുന്നതും എന്തോ ഭയങ്കര കണ്ടുപിടുത്തമാണ്. അല്ല, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തോട്ടാകുന്നത്, ഒരു ഫിലോസഫി ആകുന്നത്? എന്ത് മൗലികതയാണുള്ളത്? നീ തന്നെയാണ് നിന്റെ, അല്ല ഞാൻ തന്നെയാണ് നീ. ഇത് 1893 ചിക്കാഗോയിൽ വിവേകാനന്ദൻ പ്രസംഗിച്ചപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നീ ഇതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടല്ലോ. അപ്പോൾ വിവേകാനന്ദൻ ചോദിച്ചു, എന്തുകൊണ്ട് സ്നേഹിക്കണം? നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നതിന് ഒരു മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കോ അല്ലെ ഏതെങ്കിലും ക്രിസ്തുമത ഗ്രന്ഥത്തിനോ നൽകാൻ കഴിയുമോ? അപ്പോൾ പാവം ക്രിസ്ത്യാനികൾ അവിടെ ഇരുന്നവർ അന്തിച്ചുപോയി. മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ഇല്ല, ഒരു സാധാരണ നൈതിക തത്വമാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങളുടെ ദർശനത്തിന് അതിന് ഉത്തരവുണ്ട്. കാരണം യു ആർ ദാറ്റ്, നിന്റെ അയൽക്കാരനില്ല, ഇല്ലാത്ത അയൽക്കാരനെ സ്നേഹിക്കാൻ ഞാൻ തന്നെയാണ് അയൽക്കാരൻ. തത്വമസി, അദ്ദേഹം തത്വമസി എന്ന് പറഞ്ഞാൽ നീയും ഞാനും ഒന്നാണ്. അപ്പം നിന്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ലാത്ത അയൽക്കാരനെ ആർക്ക് വേണമെങ്കിലും സ്നേഹിക്കാമല്ലോ. ഉള്ള അയൽക്കാരനാകുമ്പോൾ അതിർത്തി തർക്കം, മറ്റു പല തർക്കങ്ങളും വരുന്നു. അപ്പം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന റാഡിക്കലായ അതറിനെ സ്നേഹിക്കാൻ ഹിന്ദുമതത്തിന്, ഹിന്ദു ദർശനത്തിന് കഴിയത്തില്ല. അയൽക്കാരനില്ല എന്നങ്ങ് സങ്കല്പിച്ചാൽ മതി. കാരണം അയൽക്കാരൻ ഞാൻ തന്നെയാണ്, എൻ്റെ അംശം തന്നെയാണ്. അതാണല്ലോ ഈ തത്വമസി എന്ന് പറയുന്നത്. അങ്ങനെ ലോകം ഇല്ല എന്നും പറയുക. എന്നിട്ട് അതിന് ശങ്കരൻ കൊടുക്കുന്ന ഒരു മെറ്റഫോറിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ രജ്ജു സർപ്പ ന്യായം എന്ന് പറയുന്നത്. റോഡിൽ നമ്മൾ കിടക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ ഒരു കയറ് ഞാൻ ചുറ്റിക്കടന്നാൽ സാധാരണ ആളുകൾക്ക്, അജ്ഞരായ ആളുകൾ അവിദ്യ കൊണ്ട് അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പം ഈ ബ്രഹ്മം എന്ന് പറയുന്ന പരമാർത്ഥ സത്തയെ നാം ഈ കാണുന്ന ഈ നദിയും പർവ്വതവും കുന്നും മനുഷ്യരും ഒക്കെ ഉൾപ്പെടുന്ന ഭൗതിക ലോകം, പ്രാതിഭാസിക ലോകമായി നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ എല്ലാത്തിനും അടിസ്ഥാനമായ പരമസത്തയായ ബ്രഹ്മത്തെ ഈ നമ്മളൊക്കെ കാണുന്ന ഈ സാധാരണ ഭൗതിക പ്രകൃതിയായി നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ വാസ്തവത്തിൽ ഇത് പരിണാമ സിദ്ധാന്തപരമായും ശങ്കരൻ്റെ ഒരു മണ്ടത്തരത്തെ കാണിക്കും. കാരണം ഈ കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഒരു പ്രകൃതത്വ ഒരു അഡാപ്റ്റേഷനാണ്. കാരണം മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ ഇൻസ്റ്റിങ്ച്വൽ പേടി എന്ന് പറയുന്ന പാമ്പ് പേടിയാണ്. ഇത് ഈ ആഫ്രിക്കയിൽ നമ്മുടെ പരിണാമഘട്ടത്തിൽ പാമ്പുകൾ ഇങ്ങനെ നിറഞ്ഞു കിടന്ന ഒരു ഭൂപ്രദേശത്ത് ജീവിച്ചപ്പോൾ അവിടെ ഉണ്ടായ പാമ്പുകടി കേൾക്കാൻ പാമ്പിനെ കാണുന്നതിന് ഒരു ഇല അനങ്ങിയാൽ പോലും പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ഒഴിഞ്ഞു മാറാനുള്ള അവസരമാണ്. നേരിട്ട് ചെന്ന് കയറെടുത്ത് പൊക്കി നോക്കി കഴിഞ്ഞാൽ പാമ്പിൻ്റെ കടി കിട്ടും മിക്കവാറും. ഇതിനു വേണ്ടി ഒരു പ്രകൃതിസിദ്ധമായ ഒരു അഡാപ്റ്റീവ് കപ്പാസിറ്റിയാണ് ഈ തെറ്റിദ്ധാരണ എന്നത്. ഈ ഇതിനെപ്പറ്റി രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു കഥയുണ്ട്. ഈ ഒരു വേദാന്ത സന്യാസി അയാളുടെ ശിഷ്യനെ പഠിപ്പിച്ചു, നീ അല്ലാതെ രണ്ടാമതൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കും, ഞാനല്ലാതെ രണ്ടാമതൊരാളില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർഭയനായിത്തീരും, ആരും പേടിക്കേണ്ടതില്ലല്ലോ, ആരുമില്ല ഞാനല്ല. ഇങ്ങനെ ഇതങ്ങ് പഠിച്ച് ഇയാൾ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഇങ്ങനെ പോകുമ്പോൾ ഒരു ആന മതവളകി വരികയാണ്. അപ്പോൾ പറഞ്ഞു, ഞാനല്ലാതെ രണ്ടാമതൊന്നുമില്ലല്ലോ. ആനയില്ല, യഥാർത്ഥത്തിൽ ആനയായിട്ട് തെറ്റിദ്ധരിക്കുവാണ്. ചെന്ന് കയറി കൊടുത്ത് ആന പൊക്കിയെടുത്ത് എറിഞ്ഞു. അപ്പോൾ ഈ സ്വാമി ഇയാളുടെ ഗുരു ആശുപത്രിയിലത്തെ കാണാൻ വന്നപ്പോൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്, ആന എന്നെ എടുത്ത് എറിഞ്ഞപ്പോൾ കയ്യും കാലും ഒടിഞ്ഞു. എടാ, ആനയ്ക്ക് അറിയില്ലല്ലോ രണ്ടാമതൊന്നും ഇല്ലെന്നുള്ളത്. ആന വേദാന്തം പഠിച്ചിട്ടില്ലല്ലോ. ഇത് രാമകൃഷ്ണ പരമഹംസർ തന്നെ പറഞ്ഞ ഒരു കഥയാണ്. ഇതിനെ ഈ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെടുന്ന ഈ സാധനങ്ങളെ
ഉപനിഷത്തുകൾക്ക് തൊട്ടു മുൻപുണ്ടായിരുന്ന ഒരു ഗ്രന്ഥശാഖയാണ് ഈ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണങ്ങളെ അതിൽ യൂറോപ്യൻ ഭാഷയിലേക്ക് എഡിറ്റ് ചെയ്ത മാക്സ് മുള്ളർ എന്ന് പറയുന്ന ആൾ വിശേഷിപ്പിച്ചത് ട്വാഡിൽ ഓഫ് ദി ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ വിഡ്ഢികളുടെ ജൽപ്പനം. അദ്ദേഹം ബ്രാഹ്മണങ്ങളെ മാത്രമേ പറഞ്ഞുള്ളൂ. മാക്സ് മുള്ളറിനും ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്തോ വലിയ. അപ്പം ഞാൻ അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉപനിഷത്തുകൾ ഇന്ന് നമ്മുടെ ഗുരുചിന്തന കൃതിയുടെ മൂലാധാരമായ ഈ സാധനങ്ങളെ ട്വാഡിൽ ഓഫ് ദി ഇഡിയറ്റ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കും. ഇത് വെറും വിഡ്ഢികളുടെ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞ് ചിന്താശേഷി ഇല്ലാതെ പോയ ഒരു വിഭാഗം ആളുകളുടെ ഒരു ജൽപ്പനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഉപനിഷത്തുകൾ എന്ന പേരിൽ ഇന്ന് ഹിന്ദുത്വവാദികൾ മാത്രമല്ല വളരെ മതേതരവാദികളായ കവികളും കലാകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ കൊണ്ടാടുന്നത്. പലരും പറയാറുണ്ട് ഈ ഹിന്ദുയിസത്തിൽ നിന്ന് ജാതിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ജയിക്കാൻ ലോകത്തൊന്നുമില്ല. അത്ര മഹത്തരമായ ഒരു ദർശനമാണ് ഈ ഉപനിഷത്തുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥം ആരെങ്കിലും ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. നേരത്തെ ഡോക്ടർ ശർമ്മിള പറഞ്ഞു ഈ ബൃഹദാരണ്യോപനിഷത്ത് എന്ന് പറയുന്ന ഈ സാധനം വായിച്ച് ഇത്രയധികം സ്ത്രീവിരുദ്ധമായ ഒരു സാധനം, ഒരു കൃതി എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല, അത് പാടി നടക്കുകയായിരുന്നു, അവർ ചൊല്ലിയാണ്. അപ്പോൾ അതിനെ ടെക്സ്റ്റ് എന്നതുകൊണ്ട് നാം ഇന്ന് മനസ്സിലാക്കുന്നത് റിട്ടൺ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഇതിനെ ശ്ലോകങ്ങൾ വാമൊഴി ഇല്ല, അങ്ങനല്ലേ, വാമൊഴി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഉപനിഷത്ത് പാരമ്പര്യം എന്ന് പറയുന്ന വാമൊഴിയിലൂടെ തുടർന്ന് വന്ന, അപ്പോൾ വാമൊഴിയിലൂടെ ഒരു BC 1500 മുതൽ AD 2000 വരെയുള്ള 2500 വർഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100 തലമുറയാണ്. അപ്പോൾ 100 തലമുറയിലൂടെ തലമുറക്കാലം വാമൊഴിയിലൂടെ സഞ്ചരിച്ച, വാമൊഴിയിൽ ജീവിച്ച ബ്രാഹ്മണർ ജനിതകമായി തന്നെ അവരുടെ മസ്തിഷ്ക ക്ഷതം അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും. കാരണം വാമൊഴി മാത്രം പരിശീലിച്ച VT ഭട്ടതിരിപ്പാട് പോലും തൃശ്ശൂരിലെ വേദവിദ്യാ പാഠത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ റോട്ട് ലേണിംഗ് ആണ്, ഈ വാമൊഴിയാണ് കേരളത്തിലെ നമ്പൂതിരിമാരെ തകർത്തതെന്ന്. അപ്പോൾ വരമൊഴിയിലേക്ക് പ്രവേശിക്കാതെ വാമൊഴിയിലൂടെ 100 തലമുറ കടന്നുപോയ ബ്രാഹ്മണർ ഇന്ത്യൻ സമൂഹങ്ങളിലെ ഒരിക്കലും സാക്ഷരത പോലും അല്ലാതിരുന്ന ദളിത് സമൂഹത്തിലെ ആളുകളെക്കാൾ ബൗദ്ധികമായി ദിഷണാപരമായി വളരെ വളരെ പിന്നിലാണ് ഈ വാമൊഴി പാരമ്പര്യം ഇന്ത്യയിലെയും കേരളത്തിലെയും ബ്രാഹ്മണർക്ക് നൽകിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അജയശേഖറിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഈ കൃതിയുടെ ചില ന്യൂനതകൾ, വിടവുകൾ എന്ന നിലയ്ക്ക് ബുദ്ധിസത്തിൻ്റെ പ്രാമാണികതയെക്കുറിച്ച്, ബുദ്ധിസം ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തിയിരുന്ന പ്രഭാവത്തെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്നതിൽ കൃതി വിട്ടുപോയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് കുറച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധിസത്തിലേക്ക് നയിച്ച ശ്രമണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആവിർഭവിക്കുന്നത് ഈ BC 7-6 നൂറ്റാണ്ടുകളിൽ ഉത്തരേന്ത്യയിൽ നടന്ന സെക്കൻഡ് അർബനൈസേഷൻ എന്നാണെന്ന് പറയുന്നത്. സിന്ധു നദീതട നാഗരികക്ക് ശേഷം വന്ന 2ാം നഗരവൽക്കരണ കാലഘട്ടം. അപ്പോൾ അതുവരെ ഒരു പ്രത്യേക ഈ സുസ്ഥിരമായ ഗ്രാമസമൂഹങ്ങളിൽ അതിന് സബ്സിസ്റ്റൻസ് എക്കോണമി കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ജനപദത്തിലേക്കാണ് നാഗരികതയുടെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ നാഗരികത എന്ന് പറയുന്ന അവിടെ കച്ചവടമുണ്ട്. കച്ചവടം വരുന്നതുകൊണ്ട് ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും അന്യര്, മുഖപരിചയമില്ലാത്തവർ ഒരുപാട് പേര് അവിടെ ആ സ്ഥലങ്ങളിലേക്ക് വരും. അപ്പോൾ ഈ നമ്മുടെ നിശ്ചല ഗ്രാമവ്യവസ്ഥയും ഒരു നഗരവും അല്ലെങ്കിൽ പട്ടണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ പഴയ ഒരു ഗ്രാമത്തിൽ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പെരുമാറ്റ സംഹിതകൾ ആവശ്യം. എല്ലാവരും മുഖപരിചയമുണ്ട്, ഇടപാടാന്ന് വിളിച്ച് സംസാരിക്കാം. അപ്പം നീ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്തുകൂടാ എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം. നമ്മളിത് എഴുതി നിയമങ്ങളായി എല്ലാവർക്കും ബാധകമായ പൊതു നിയമങ്ങൾ, പൊതു പെരുമാറ്റ സംഹിതകളായി ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു കുറേ 10-20-30 തലമുറ ഇങ്ങനെ വളരെ സ്വസ്ഥമായി സ്വാസ്ഥ്യത്തോടെ ജീവിച്ചു വന്നിരുന്ന വിഭാഗങ്ങളുടെ ഇടയിലേക്കാണ് പെട്ടെന്ന് നാഗരികതയുടെ വളരെ ഈ ലക്ഷണങ്ങൾ കടന്നു വരുന്നു. അപരിചിതരായ മനുഷ്യർ വരുന്നു. ഈ അപരിചിതരുടെ ഭാഷ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ അപരിചിതരുടെ സംസ്കാരം വ്യത്യസ്തമായതുകൊണ്ട് അവരുമായിട്ട് എങ്ങനെ സംസാരിക്കും, അവരുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് നിലനിന്ന ഒരു ജീവിതത്തിൻ്റെ ഉറച്ചുപോയ ശീലങ്ങൾ തകരുകയും എന്നാൽ പുതുതായി ഒന്ന് രൂപപ്പെട്ട് ഉറച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരാള ഘട്ടത്തിൽ ഈ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനാകാത്ത ഒരു വിഭാഗം എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. വലിയ തോതിലുള്ള സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളുണ്ടാകുമ്പോൾ ഈ മാറ്റങ്ങളിൽ നിന്ന് ഡ്രോപ്സ് ഔട്ടായി പോകുന്ന ആളുകളുണ്ട്, കൊഴിഞ്ഞു പോകുന്ന ആളുകൾ.
ഈ ആളുകളാണ് ശ്രമണർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരേതെങ്കിലും ദർശനത്തിൻ്റെയോ വിമോചന സങ്കല്പത്തിൻ്റെയോ അല്ല നിലനിന്ന സമൂഹത്തോടുള്ള പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലാപം ചെയ്യാൻ പോയവരാണ് എന്ന അഭിപ്രായമില്ല. അവർ യഥാർത്ഥത്തിൽ അന്നത്തെ രണ്ടാം നഗരവൽക്കരണത്തിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട കൊഴിഞ്ഞുപോയ ആളുകളാണ്. ഈ ആളുകളെ ഇന്ന് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനോരോഗികൾ എന്നാണ് വിളിക്കുന്നത്. പലതരത്തിലുള്ള സാമൂഹിക പെരുമാറ്റ സംഹിതകൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തവരാണ് പലതരത്തിലുള്ള മനോരോഗികൾ, സ്കിസോഫ്രനിക്കുകളും ന്യൂറോട്ടിക്കുകളും സൈക്കോട്ടിക്കുകളും ഒക്കെയായി മാറുന്നത്. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചത് ഇങ്ങനെ കൊഴിഞ്ഞുപോയ ആളുകൾ ആദ്യം ബ്രാഹ്മണിസം അവരെ അധിക്ഷേപിച്ചിരുന്നു. ശരിയാണ്, മുനിമാർ കേശിനിമാർ എന്നൊക്കെ ആക്ഷേപസ്വരത്തിൽ നിന്ന സൂചകങ്ങളായിട്ടാണ് ഇവരെയൊക്കെ കളയാക്കിയിരുന്നത്. തഥാഗതൻ അല്ലെങ്കിൽ ബുദ്ധൻ എന്നതുപോലെ രാമായണത്തിൻ്റെ കാലഘട്ടത്തിലും കള്ളനായിട്ടാണ് അതിനകത്ത് പറയുന്നത്. ജാബാലി മതഖണ്ഡനം എന്ന് പറയുന്ന ഒരു അധ്യായിൽ കള്ളനെ പോലെ ചോരനായ ബുദ്ധനെ പോലെ സംസാരിക്കരുതെന്നാണ് ജാബാലിയോട് രാമൻ പറയുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നിന്ന് മാറി എന്ന് അവർ വിചാരിച്ചിരുന്ന ശ്രമണ പ്രസ്ഥാനങ്ങളെ പാഷണ്ഡരെന്നും നാസ്തികരെന്നും ഒക്കെ ബ്രാഹ്മണർ വിശേഷിപ്പിച്ചിരുന്നു എന്നത് ശരിയാണ്. അപ്പം ഇങ്ങനെയുണ്ടായ ഒരു സോഷ്യോ സൈക്കോളജിക്കൽ ട്രോമയുടെ ഉൽപ്പന്നങ്ങളായ മനുഷ്യരാണ് ഈ സമൂഹത്തിൽ നിന്ന് പലായനം ചെയ്തിട്ട് കാടുകളിലോ മറ്റ് ഏകാന്തമായ സ്ഥലങ്ങളിലോ ഒക്കെ പോയിട്ട് അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി പല തരത്തിലുള്ള ഈ അഭ്യാസ മുറകൾ അവർ പരിപാലിച്ചു, അവർ വികസിപ്പിച്ചെടുത്തു. യോഗ, അതുപോലെ ധ്യാനം, പ്രാർത്ഥന, ഇങ്ങനെ പല മാർഗങ്ങൾ. ഇങ്ങനെയുള്ള പല സെക്റ്റുകളോടൊപ്പം കൊട്ടാരം ഉപേക്ഷിച്ച സിദ്ധാർത്ഥനും കുറേ നാൾ അലഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു അവസാനം തളർന്ന് ഈ ഒരു നിരഞ്ജന എന്ന് പറയുന്ന ചെറിയ നദിയുടെ കരയിൽ ദീർഘകാലത്തെ ഈ ക്ലേശകരമായ അഭ്യാസമുറകളുടെ പരീക്ഷയ്ക്ക് ശേഷം അദ്ദേഹം വന്ന് തളർന്ന് ഒരു ഉത്തരവുമില്ലാതെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തെ പറ്റിയുള്ള നറേഷൻസ് പറയുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ ബുദ്ധൻ്റെ ബോധോദയത്തെ എൻലൈറ്റൻമെൻറ്റ് എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അവിടെയുള്ളൊരു കുഴപ്പം 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സംഭവിച്ച ഒരു പ്രക്രിയയും പ്രതിഭാസത്തെയും നമ്മൾ എൻലൈറ്റൻമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ എൻലൈറ്റൻമെൻറ്റ് മനുഷ്യരാശിക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തു. ഇന്നത്തെ ഡെമോക്രസി, ഇന്നത്തെ സെക്യുലറിസം, ശാസ്ത്രം, ദേശരാഷ്ട്രം എന്ന് പറയുന്ന ഇന്ന് ഈ ഭൂമിയെ മനുഷ്യവാസയോഗ്യമാക്കിയ എല്ലാ വസ്തുക്കളും പ്രതിഭാസങ്ങളും ആശയങ്ങളും മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തത് എന്നതിന് യൂറോപ്യൻ എൻലൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ ബുദ്ധന് സംഭവിച്ച എൻലൈറ്റ്മെൻറ്റ് കൊണ്ട് ഇന്ത്യക്കോ ലോകത്തിന് എന്ത് സംഭാവനയാണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ല. അതറിയണമെങ്കിൽ ബുദ്ധിസം 10-2000 വർഷമായി പ്രധാന മതമായിട്ടുള്ള നമ്മുടെ സമീപത്തുള്ള 10-15 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് നോക്കണം. ബുദ്ധിസം ഇത്ര മഹത്തായ ഒരു ഇമാൻസിപ്പേറ്ററി പ്രസ്ഥാനവും ആശയവും ആയിരുന്നെങ്കിൽ ലാവോസും കംബോഡിയയും വിയറ്റ്നാമും ടിബറ്റും ബർമ്മയും ശ്രീലങ്കയും ഒക്കെ ഇങ്ങനെ ആകുമായിരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബാലവേശികളുള്ള രാജ്യങ്ങൾ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ള രാജ്യം ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജാതിക്ക് പകരം ഇപ്പോൾ ടിബറ്റിൽ 1950കളിൽ ചൈനീസ് ഇൻവേഷൻ നടന്നപ്പോൾ ചൈനക്കാർ പ്രചരിപ്പിച്ചതല്ല, അന്ന് അവിടെ ഈ ചൈനീസ് ഇൻവേഷനെ തുടർന്ന് അവിടെ സന്ദർശിച്ച ലോക മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയതാണ്. അവിടുത്തെ ജന്മിത്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴല്ല, ഓരോ ബുദ്ധവിഹാരവും ഒരു ജന്മി സ്ഥാപനമാണ്. ഓരോ ബുദ്ധവിഹാരത്തിനും 10,000 ഏക്കർ ഭൂമിയുണ്ടാകും. അവിടുത്തെ ബുദ്ധിസ്റ്റ് മതവിശ്വാസികളായ സാധാരണ മനുഷ്യർ ഈ ബുദ്ധവിഹാരത്തിൻ്റെ അടിമകളാണ്. എന്നിട്ട് ചില ബുദ്ധവിഹാരങ്ങളിൽ ചൈനക്കാർ നടത്തിയ എക്സ്കവേഷനിൽ കണ്ടെത്തിയത് ബുദ്ധിസ്റ്റ് വിഹാരത്തിനകത്ത് 100 കണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഈ ബുദ്ധിസ്റ്റ് വിഹാരത്തിൽ ബുദ്ധനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സംഗീത ഉപകരണത്തിൽ കൊട്ടാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യരെ ജീവനോടെ കൊന്ന് വാരിയിലെടുക്കുന്ന തരത്തിലേക്ക് ബുദ്ധവിഹാരങ്ങൾ ടിബറ്റിൽ അധപ്പതിച്ചിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിസ്റ്റ് വിശ്വാസികളായ മനുഷ്യരെ കൊന്ന് സംഗീതോപകരണം ഉണ്ടാക്കാൻ അവരുടെ വാരിയിൽ എടുക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിൽ ബുദ്ധിസം പ്രവർത്തിച്ചിട്ടില്ല. ഇത് തിന്മയാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഈ ബുദ്ധശിഷ്യക്കൾക്ക് അവർ ഇന്റേണലൈസിട്ടുള്ള ബുദ്ധിസം അവരെ തടയുന്നില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ യഥാർത്ഥ ബുദ്ധിസമല്ല, പ്യുവർ ബുദ്ധിസമല്ല എന്ന് പറയും. ഇതെല്ലാ മതക്കാരും ഒരു മതത്തിൻ്റെ സമകാലീനമായ അപജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതല്ല, ഇത് ശുദ്ധ ഇസ്ലാമുമല്ല, ശുദ്ധ ക്രിസ്ത്യാനിറ്റി അല്ല, ശുദ്ധ ഹിന്ദു മതം ഇങ്ങനെയല്ല. ശുദ്ധ ബുദ്ധിസം ബുദ്ധനോടുകൂടി അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ബുദ്ധന് ശേഷമുണ്ടായ ബുദ്ധൻ എന്ന വ്യക്തിയുടെ നന്മയോ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ
ദൈവമായി അംഗീകരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു സെക്റ്റിൻ്റെ നേതാവായി അംഗീകരിച്ച് അത് ഒരു മതമാക്കി മാറ്റിയ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത ഈ 2500 വർഷക്കാലത്തെ ബുദ്ധിസത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും വിമോചനത്തിൻ്റെ, ജാതിവിരുദ്ധതയുടെ, ജാതിവിരുദ്ധ പോരാട്ടത്തിൻ്റെ കഥകളോ അധ്യായങ്ങളോ കാണാൻ നമുക്ക് കഴിയില്ല. ഈ ഇന്ത്യയിൽ തന്നെ ഈ തന്ത്ര എന്ന് പറയുന്ന ഒരു ലൈംഗിക ആഭാസം, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതിന് സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള ഈ ലൈംഗിക ബന്ധം ഒരു ഉപാധിയാക്കി മാറ്റി തപസ്സിന് പകരം ഇത്തരത്തിലുള്ള കാരണം ഇത് ബലാത്സംഗത്തിനുള്ള മതപരമായൊരു മറയാണ് വാസ്തവത്തിൽ. ഈ തന്ത്ര കണ്ടുപിടിച്ച ബുദ്ധിസ്റ്റുകളാണ് 10ാം നൂറ്റാണ്ടിൽ. എന്നിട്ട് ഈ തന്ത്രയെ ഹിന്ദുമതം നേരത്തെ പറഞ്ഞല്ലോ എല്ലാത്തിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന, എല്ലാത്തിനെയും ഈ എൻകംപാസ് ചെയ്യാൻ കഴിവുള്ള ഹിന്ദുയിസം ക്രമേണ ഈ ബുദ്ധിസ്റ്റ് തന്ത്രയെ റാഞ്ചിയെടുത്ത് അത് ഹിന്ദു തന്ത്രയും ശൈവതന്ത്രയും ശാക്തേയ തന്ത്രയും ഒക്കെ ആക്കി മാറ്റി. അതുപോലെ ഇന്ന് ഈ ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിസത്തിന് ക്ഷേത്രങ്ങളുണ്ട്, ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇതിന് ബുദ്ധനെ പ്രതിഷ്ഠയാക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ചിലപ്പോൾ ചില ഹിന്ദു ക്ഷേത്രം നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ അന്ധവിശ്വാസപരമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിസം ഒരു 4-5 നൂറ്റാണ്ടോടുകൂടി ചൈനയിൽ എത്തിയെങ്കിൽ പോലും ലോകത്ത് വലിയ അന്ധവിശ്വാസത്തിനും മതവിശ്വാസത്തിനും അടിമയാകാത്ത ഒരു ജനത എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചൈനക്കാരാണ്. അവർക്ക് അവരുടെ ഈ ലാവോയിസത്തിനും ബുദ്ധിസത്തിനേക്കാൾ കൂടുതൽ ചൈനീസ് ജനത സ്വാധീനമുള്ളത് കൺഫ്യൂഷ്യനിസമാണ്. അത് ഒരു ധാർമ്മിക സംഹിത മാത്രമാണ്. ആളുകൾ എങ്ങനെ പെരുമാറണം, ആളുകളുടെ സാമൂഹ്യ ബന്ധങ്ങളെ നിയന്ത്രിക്കണം. അത് ഈ അതിഭൗതിക തലം ഇല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ബുദ്ധിസത്തോടുള്ള എൻ്റെ വിയോജിപ്പ്, ഈ ബുദ്ധൻ നോക്കുമ്പോൾ ഈ 2ാം നഗരവൽക്കരണത്തിൻ്റെ അസ്വസ്ഥത, ഇതിൻ്റെ ഈ പ്രതിസന്ധികൾ ജീവിതത്തെ സംഘർഷഭരിതമാക്കി. പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാം ദുഃഖമയമാണ്. അപ്പം ഇത് ബുദ്ധനുണ്ടായ കാര്യമാണ്. അദ്ദേഹം ചെറിയൊരു കൊട്ടാരത്തിൽ സ്വസ്ഥമായിരുന്നപ്പോഴാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ച് അതുവരെ ഉണ്ടായിരുന്ന സ്വാസ്ഥ്യവും സെക്യൂരിറ്റിയൊക്കെ മാറിയപ്പോൾ ഈ പ്രതിസന്ധി ഭരിതവും ദുഃഖമയവുമാണ് ലോകമെന്ന് ബുദ്ധൻ സ്വന്തം അവസ്ഥ വിശേഷിപ്പിച്ച് ബുദ്ധൻ ചെയ്ത തെറ്റ്, ഈ ബുദ്ധന്റെ ദുഃഖം ലോകത്തിന് മേൽ ആരോപിച്ചു. ലോകം എന്ന് പറയുന്നത് ദുഃഖമയമാണ്, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയും. ബുദ്ധന്റെ ജീവിതം ദുഃഖമയമായെങ്കിലും ബുദ്ധൻ അത് മനുഷ്യരുടെ മുഴുവൻ ജീവിതം ദുഃഖമയമാണെന്ന് അദ്ദേഹം സിദ്ധാന്തവൽക്കരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയ നിർവ്വാണം എന്ന് പറയുന്നത് ധ്യാനമുറകളിലൂടെ, പലതരത്തിലുള്ള വിഭജന പോലുള്ള ധ്യാനമുറകളിൽ എത്തുന്ന ഈ നിർവ്വാണം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ഈ നിർവ്വാണം എന്ന് പറയുന്നത് ഈ പുനർജന്മ, ബുദ്ധനും ബുദ്ധിസവും ഈ പുനർജന്മ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ബുദ്ധിസ്റ്റുകൾ. അപ്പോൾ പുനർജന്മത്തിൻ്റെ ഈ ചക്രമുണ്ടല്ലോ, നമ്മൾ ജീവിക്കുക, നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മഫലം കൊണ്ട് അടുത്ത ജന്മത്തിൽ പട്ടിയോ പാമ്പോ ആയി ജനിക്കുക, വീണ്ടും പുനർജനിക്കുക, അവിടെയും കർമ്മഫലം മോശമാണെങ്കിൽ വീണ്ടും ജനിക്കുക. ഇങ്ങനെ കർമ്മചക്രം ഒരിക്കലും അന്തമില്ലാതെ പുനർജനികളുടെ ചക്രത്തിൽ നിന്നുള്ള ശാശ്വത മോചനമാണ് നിർവ്വാണം എന്ന് പറയുന്നത്. ഈ നിർവ്വാണം എന്ന് പറയുന്ന ഒരു ദിസ് വേൾഡിലി അല്ല, ഈ ലോകത്തിലെ മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല ബുദ്ധൻ്റെ കൺസേൺ. ഈ സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനമാണ്. അതുകൊണ്ടാണ് ബുദ്ധിസം പ്രമുഖ മതമായിരുന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ യഥാർത്ഥ സാമൂഹ്യ ജീവിതത്തിൽ അതിന് വലിയ പ്രഭാവം ചെലുത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് ഈ ബുദ്ധിസം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് ഹെഗൽ എന്ന് പറയുന്ന ജർമ്മൻ ചിന്തകൻ നടത്തിയ വിമർശനം, ആ വിമർശനം ചോദിച്ചാൽ എന്നെ യൂറോ സെൻട്രിസ്റ്റ്, പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ പാദസേവകൻ, യൂറോപ്യൻ സാമ്രാജ്യവാദി, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ വിളിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ ക്ഷമാപണരഹിതമായി ഈ ഹെഗൽ ഇന്ത്യൻ അദ്ദേഹവും ഫിലോസഫിക്കെതിരെ നടത്തിയ വിമർശനം. അദ്ദേഹം പറഞ്ഞത്, ദ കോൺക്രീറ്റ് മാൻ ഹാസ് നെവർ ബീൻ പോസിറ്റഡ് ഇൻ ഇന്ത്യ. നമ്മളെപ്പോലുള്ള മൂർത്ത മനുഷ്യൻ്റെ പ്രശ്നം ഇന്ത്യൻ തത്വചിന്ത, ഇന്ത്യൻ ഫിലോസഫി ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. അവർ ഈ ബ്രഹ്മം നേടുന്നതിനെക്കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചും ബ്രഹ്മ അനുഭൂതിയെക്കുറിച്ചും നിർവ്വാണത്തെക്കുറിച്ചും ശൂന്യതയെക്കുറിച്ചുമൊക്കെയാണ്. ഇതൊന്നും മനുഷ്യജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ ഈ സോക്രട്ടീസും ഒരു ഇന്ത്യൻ അന്ന് ജിംനോസോഫിസ്റ്റുകൾ എന്നാണ് അന്ന് BC 5ാം നൂറ്റാണ്ടിലൊക്കെ ഇന്ത്യൻ സന്യാസിമാരെ പറഞ്ഞിരുന്നത്. ഏതൻസിൽ കണ്ടുമുട്ടിയെന്നാണ് ഒരു കഥ. അപ്പോൾ ഈ ഇന്ത്യൻ സന്യാസി സോക്രട്ടീസിനോട് ചോദിച്ചു, താങ്കൾ എന്തിനെ പറ്റിയാണ് ചിന്തിച്ചത്? ഞാൻ മനുഷ്യനെയും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെയും കുറിച്ചാണ് ആലോചിക്കുന്നത്, അതാണ് ഞങ്ങളുടെ ഫിലോസഫി. എന്ത് വിഡിത്തമാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല. ഞങ്ങളുടെ ചിന്ത എപ്പോഴും ലോകത്തിനപ്പുറത്തുള്ള അതീതമായ കാര്യങ്ങളാണ്. ബ്രഹ്മത്തെക്കുറിച്ചും
അത് മനുഷ്യബാഹ്യമായ ജീവിതബാഹ്യമായ ഭൗതിക പ്രപഞ്ച അതീതമായ എന്തോ ഒന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ചുറച്ച ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ദർശനങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ വേദാന്ത കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ഭയങ്കര കൃതികളാണ്, ജാതിക്കെതിരാണ്. കാരണം ഇതിനകത്ത് ജാതിയെപ്പറ്റി യാതൊരു പരാമർശം ഉണ്ടാവില്ല ഈ പല കാരണം ഇവർ ജാതി എന്ന് പറയുന്ന മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ജാതിയും ജാതി ധർമ്മശാസ്ത്രവും. അപ്പം മനുഷ്യന്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യാത്ത ഒരു സാധനത്തിനകത്ത് ജാതി പരാമർശ വിഷയമാകത്തില്ല. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തുകൾ പല ആളുകൾക്കും തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇത് ജാതിയെപ്പറ്റി പരാമർശിക്കുന്നത്, അതുകൊണ്ട് ജാതിക്കെതിരാണ്. അതുകൊണ്ട് ജാതിക്കെതിരായ പോരാട്ടത്തിൽ ഉപനിഷത്തിനെ ആയുധമാക്കാം എന്ന് നാരായണ ഗുരുവിന് പോലും പ്രലോഭനമുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കുറെ കാലമെങ്കിലും വേദാന്തത്തിൽ അദ്ദേഹം പ്രലോഭിതനായിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഈ 2500 വർഷമായി ഇന്ത്യൻ ഈ ദൈക്ഷണിക ചരിത്രത്തിൽ നിലനിൽക്കുന്ന വളരെ അപകടകരമായ ഒരു മിത്താണ് ഈ ഉപനിഷത്തിന്റെ പ്രലോഭനം. ഈ പ്രലോഭനം ഇന്ന് 2016-17 നമ്മുടെ സർവകലാശാലകളിൽ ഫിലോസഫി പ്രൊഫസറായിരിക്കുന്ന ആളുകൾ, വലിയ സെക്യുലർ ഇന്റലക്ച്വൽ ഇമേജുള്ള ആളുകളൊക്കെ തന്നെ 2500 വർഷമായി നിലനിൽക്കുന്ന ഈ മിത്തിനെ, അപകടകരമായ മിത്തിനെ ഇവർ ഇന്ന് ആവർത്തിക്കുന്നത് വാസ്തവത്തിൽ ഫാസിസത്തെ സഹായിക്കുകയില്ലേ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുചിന്തൻ എന്ന കൃതിയിൽ 5 തവണയാണ് ഭാരതം ഭാരതീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 5 തവണ. നമ്മളൊക്കെ പരമാവധി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന് പറയുന്ന ടെറിട്ടറിക്ക് കൊടുത്ത പേര് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ ടേമാണ്. അപ്പം ഇതിനകത്ത് ഹിന്ദുത്വവാദികൾ ബഹളം വെച്ച് നിർബന്ധിച്ചിട്ടാണ് ഭാരതം, ഹിന്ദുസ്ഥാൻ, ആർഷഭാരത് എന്നൊക്കെയുള്ള പേരിടണമെന്ന് പറഞ്ഞ അവസാനം ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്കാണ് അതിനകത്ത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മതേതര പൗരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പൗരൻ ഇന്ത്യയെ, നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ ഇന്ത്യ എന്നാണ് സംബോധന ചെയ്യേണ്ടത്, അല്ല ഭാരതം എന്നല്ല. ഭാരതം ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതൊരിക്കലും ഒരു ദേശരാഷ്ട്രത്തെ, ഒരു ഭൂപ്രദേശത്തെ സൂചിപ്പിക്കുന്ന പദമായി വ്യവഹരിക്കപ്പെടുന്നത്. കാരണം ഭരതൻ സ്ഥാപിച്ച രാജ്യം ആണ് ഭാരതം. അതാണ് നമ്മുടെ പൈതൃകമെങ്കിൽ ഭരതൻ സ്ഥാപിച്ച ഈ മാതൃകാ രാജ്യത്തിൽ ദളിതരുടെ സ്ഥാനം എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ചണ്ടാളരുടെയും അവർണരുടെയും സ്ഥാനം എന്തായിരിക്കും? അപ്പോൾ ഒരു വംശീയ വ്യവസ്ഥയായ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഒരു രാജ്യത്തെയും രാജ്യസ്ഥാപകന്റെയും പേരിലാണ് ഭാരതം എന്ന പേര് ഭരണഘടനയ്ക്കകത്ത് പോലും വന്നത്. അപ്പം ഇന്ന് ഈ കഴിഞ്ഞ കുറേ നാളുകളായി BJP വളരെ ബോധപൂർവം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന് ഭാരതീയ സർക്കാർ എന്ന് മാത്രമേ അവർ പറയത്തുള്ളൂ. എല്ലാ ഓഫീസുകളുടെ പേരുകൾ ഇപ്പോൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് എന്ന്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ഏതെങ്കിലും ഓഫീസിന് മുമ്പിൽ ബോർഡായിരുന്നു, അതൊക്കെ മായിച്ചിട്ട് ഭാരതീയ സർക്കാർ, ഭാരതീയം, ഭാരതീയ റെയിൽവേ സ്റ്റേഷൻ, ഭാരതീയ റെയിൽവേ എന്നൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞ ഈ മറഞ്ഞിരിക്കുന്ന ഗ്രന്ഥകാരൻ അദ്ദേഹത്തെ 112 പേരുള്ള ചെറിയ ഗ്രന്ഥത്തിൽ 5 തവണ ഭാരതം ഭാരതീയം എന്ന് പറയുന്നത്. അപ്പം ഈ ഗുരുചിന്തന ഒരു ആമുഖ എന്ന കൃതിയിലേക്ക് ഒരുപക്ഷെ ഒരു ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്കും അതും കഴിഞ്ഞൊരു ഭാഗവത സപ്താഹത്തിലേക്കുമുള്ള ദൂരം അത്ര അധികമൊന്നും ഉണ്ടാവില്ല എന്ന ഭയമാണ്, പേടിയാണ് എനിക്കുള്ളത്. ഒരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ അജയ് ശേഖർ ഒരു പോയിന്റ് ഉന്നയിക്കുണ്ടായി, ഈ ബ്രാഹ്മണിസത്തിന്റെ ആധിപത്യത്തിന് കീഴടങ്ങാതിരുന്ന ആളുകൾ, അതിനോട് ചെറുത്ത് നിന്ന, അതിന് വഴങ്ങാതിരുന്ന ആളുകളല്ലേ, അങ്ങനെ ഒരു പോയിന്റ് പലരും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയമുള്ളത്, കാരണം ഈ ബുദ്ധന്റെ കാലം ജാതിയുടെ രൂപീകരണ കാലഘട്ടമാണ്. അല്ലെങ്കിൽ ബുദ്ധന്റെ കാലം എന്ന് പറയുന്നത് ബുദ്ധിസവും ഒരു മതസ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം ആൾറെഡി ഉറച്ചു കഴിഞ്ഞ ബ്രാഹ്മണിസത്തിനോട് പ്രതിരോധിച്ചു നിൽക്കാനോ അതിനോട് കലഹിക്കാനോ തരത്തിൽ ഒരു ബുദ്ധിസം ബുദ്ധന്റെ കാലത്ത് രൂപം കൊണ്ടിരുന്നില്ല. ബുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ച കുറേ അധികം ആളുകൾ മാത്രമായിരുന്നു ബുദ്ധന്റെ കാലത്തും കുറച്ച് ഈ അശോകന്റെ കാലത്തും ഒക്കെ വരുന്നത്. അശോകന്റെ കാലത്ത് ഇതിനൊരു ഔദ്യോഗിക സ്വഭാവം വന്നതോടുകൂടിയാണ് എന്ന് തോന്നുന്നു ബുദ്ധിസത്തിന് വടക്കേ ഇന്ത്യയിൽ വലിയ പ്രചാരവും മറ്റ് പല സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ ഈ രാജകീയ റോയൽ പേട്രണേജ് കാരണം പ്രചാരവും കിട്ടിയത്. അതുപോലെ തന്നെ ഈ ജാതി സമ്പ്രദായം എന്നത് ഈ ഋഗ്വേദത്തിൽ തന്നെ ചാതുർവർണ്ണ്യത്തെ സംബന്ധിച്ച ഒരു സിദ്ധാന്തം രൂപീകരിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന ന്യൂനപക്ഷമായിരുന്ന ആര്യന്മാർ ഇവിടുത്തെ തദ്ദേശീയരായ ഭൂരിപക്ഷവുമായി
നൂറ്റാണ്ടുകൾ നീണ്ട ഇടപഴകലിലൂടെ കൊണ്ടും കൊടുത്തുമാണ് ഈ നൂറുകണക്കിനുള്ള ആയിരക്കണക്കിന് ജാതികളായി മാറിയത്. ആദ്യം ഒരു 4 വർണ്ണങ്ങളായിട്ടാണ് ഇവർ സങ്കല്പിച്ചത്. അത് ഈ വന്ന ആര്യന്മാരെ തന്നെയാണ് അവരങ്ങനെ വിഭജിച്ചത്. 3 വർണ്ണങ്ങൾ ആര്യന്മാരും അവർക്ക് നേരിട്ട് സംബന്ധമുണ്ടായിരുന്ന തദ്ദേശീയരെ ആളുകളും ശൂദ്രര്. പക്ഷെ അതിനുശേഷം ഇവരുടെ ചതുർവർണ്ണ സങ്കല്പത്തിനും പിടികൊടുക്കാത്ത ഒരുപാട് ആദിവാസി വിഭാഗങ്ങൾ, ഗോത്ര വിഭാഗങ്ങൾ, മറ്റു പല ഓരോ പുതിയ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള ഡെഫിനിഷൻസിന് ചേരാത്ത ജനവിഭാഗങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് പുതിയ പുതിയ ജാതികളുണ്ടായി. പിന്നെ അനുലോമ പ്രതിലോമ വിവാഹങ്ങളുണ്ടായി. അവരെത്ര എതിർത്താലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകളുമായി ബന്ധമുണ്ടാകേണ്ടി വരും, വിവാഹങ്ങൾ കഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അനുലോമ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന സന്തതികളെ ഏത് വർണ്ണത്തിൽപ്പെടുത്തണം, പ്രതിലോമ വിവാഹത്തിലുണ്ടാകുന്ന കുട്ടികളെ ഏത് വർണ്ണത്തിൽപ്പെടുത്തണം, ഇങ്ങനെയൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകൾ എടുത്ത് ഏതാണ്ട് ഗുപ്തഭരണത്തോടു കൂടിയാണ് ഇന്നത്തെ രീതിയിലുള്ള ഒരു ജാതി സമ്പ്രദായവും അതിൻ്റെ സിദ്ധാന്ത രൂപങ്ങളായ ധർമ്മശാസ്ത്രങ്ങളുമൊക്കെ രചിക്കപ്പെടുന്നത്. ഇതുകൊണ്ട് AD ശങ്കരൻ്റെ കാലം വരെയും ഈ ജാതി ഇൻ ദ മേക്കിംഗ് പ്രോസസ്സിലാണ്. അതേസമയം ഋഗ്വേദത്തിൽ തന്നെ അതിന് സിദ്ധാന്തം ഉണ്ടാക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, നേരത്തെ വേണുഗോപാൽ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ റേസിസം, വംശീയത എന്ന് പറയുന്നത് ഒരു ആധുനിക പ്രതിഭാസമാണ് എങ്കിൽ ചാതുർവർണ്ണ സിദ്ധാന്തത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തി? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ 4 വർണ്ണങ്ങൾ അവർ പറഞ്ഞത്? എന്തായിരുന്നു? റോമലത്താപ്പറെ പോലെയുള്ള ആളുകൾ പോലും പറയുന്നത് ഈ കുലീനതയായിരുന്നു. ആര്യ ഭാഷ സംസാരിക്കുന്ന ആളുകളെയാണ് ദ്വിജവർണ്ണക്കാരായിപ്പെടുത്തിയിരുന്നത്. ചിലർ പറയുന്നു ഈ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇവിടെ വന്ന ആര്യന്മാർ വെളുത്ത നിറത്തിലുള്ളവർ, ഇവിടെ തദ്ദേശവാസികൾ കറുത്തവരുമായിരുന്നു. ഈ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ ചാതുർവർണ്ണയം വംശീയതയായി വിഭജിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഈ വേദങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സാംസ്കാരികവും ഭാഷാപരവുമായ കുലീനതയോ വർണ്ണവ്യത്യാസവും അല്ല, മനുഷ്യൻ്റെ എസൻഷ്യലായ ഡിഫറൻസസ് തന്നെയാണ് ചാതുർവർണ്ണങ്ങളായി വരുന്നത്. അതായത് അവർ അതിനെ പിന്നീട് ഈ ഭഗവത്ഗീതയിൽ സിദ്ധാന്തീകരിക്കുന്നുണ്ട്. ഗുണങ്ങളാണ്, ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത്. അവരുടെ ഈ ഇൻഹറൻ്റായ പ്രകൃതിസിദ്ധമായ ജന്മസിദ്ധമായ ഓരോ മനുഷ്യൻ്റെയും എസൻസാണ് അവനെ ഇന്നെ വർണ്ണത്തിൽപ്പെടുന്നത്. അപ്പം ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് അവരുടെ ജന്മസിദ്ധമായ ഗുണമാണ്. അതാണ് റേസിസം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ഈ ജന്മസിദ്ധമായി പ്രകൃതിസിദ്ധമായി പരസ്പര ഭിന്നരാണ് എന്ന് പറഞ്ഞ് മനുഷ്യരെ തരംതിരിക്കുന്ന സമ്പ്രദായത്തെയാണ് വംശീയത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാതുർവർണ്ണ സിദ്ധാന്ത അടിസ്ഥാനം ഏറ്റവും നഗ്നമായ വംശീയതയാണ്. അപ്പോൾ ചാതുർവർണ്ണ്യം മനുഷ്യരെ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളെയും ചെടികളെയും മരങ്ങളെയും നദികളെയും കുന്നുകളെയും പാടങ്ങളെയും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ മരങ്ങളുണ്ട്, ശൂദ്ര മരങ്ങളുണ്ട്, ബ്രാഹ്മണ മൃഗങ്ങളുണ്ട്, ശൂദ്ര മൃഗങ്ങളുണ്ട്, ബ്രാഹ്മണ കുതിരകളുണ്ട്, ശൂദ്ര കുതിരകളുണ്ട്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ സസ്യജാലങ്ങളിലും ഇവർ എസൻഷ്യലായ ഇൻഹറൻ്റായ സഹജമായ ചില ഗുണങ്ങൾ ആരോപിച്ചു. എന്നിട്ട് ഈ ഗുണങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരു ഗ്രേഡ് നിശ്ചയിക്കുന്നത്, ഏറ്റവും ഉയർന്ന ഗുണം ഒരു ഗ്രേഡിലാണ്, ഒരു സ്കെയിലിലാണ്. ഈ സ്കെയിലിൽ മുകളിലും താഴോട്ട് വരും തോറും ഈ ഗുണത്തിൻ്റെ ഗുണം കുറയുന്നു. പ്യുവർ എസൻസ് അല്ലെങ്കിൽ പ്യുവർ ക്വാളിറ്റി, ഇംപ്യുവർ ക്വാളിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വംശീയതയുടെ തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഇന്ന് നാം റേസിസം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് തുടക്കം കുറിച്ച് അതിൻ്റെ രചയിതാക്കൾ, അതിൻ്റെ ഉദ്ഘാടകർ ഇവിടുത്തെ ബ്രാഹ്മണരാണ്, ഈ വേദം സൃഷ്ടിച്ചവരാണ്, ഉപനിഷത്ത് സൃഷ്ടിച്ചവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണരെ മുൻകാല പ്രാബല്യത്തോടെ നാം വിചാരണ ചെയ്യുകയാണെങ്കിൽ വംശീയ കുറ്റത്തിന് വിചാരണ ചെയ്യാൻ അർഹതയുള്ളവരാണ്. ഇന്ന് യൂറോപ്പിൽ വംശീയത എന്ന് പറയുന്നത് വാക്കുകൊണ്ടോ പ്രയോഗം കൊണ്ടോ നോട്ടം കൊണ്ടോ വംശീയത ധ്വനിപ്പിക്കുന്ന എന്ത് ചെയ്താലും 60 വർഷം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകരമായ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ദർബൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹ്യൂമൻ റൈറ്റ്സ് കോൺഫറൻസിൽ ജാതിയെ വർണ്ണത്തിൻ്റെ നിർവചനത്തിൽപ്പെടുത്തണമെന്ന് പറയാനൊരു ശ്രമം നടത്തി. അത് വലിയ കോലാഹലമൊക്കെ ആയതാണ്. അപ്പോൾ ഇപ്പോഴും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ 8 വർഷത്തിന് മുൻപ് അവിടെയുള്ള ബ്രിട്ടീഷ് ലേബർ പാർട്ടിയിലെ ഒരു അംഗം ജാതി എന്ന്, കാരണം ഈ ഇംഗ്ലണ്ടിലെ ഒരുപാട് സവർണർ ഉള്ള രാജ്യമാണ് ഇവിടുന്ന് പോയിട്ട് ഉത്തരേന്ത്യയിൽ, അവിടെ തന്നെയുള്ള അവർണരോട് ഏറ്റവും ഈ ജാതി മേൽക്കോയ്മ ഭീകരമായി പെരുമാറുന്നവരാണ്. അപ്പോൾ ഇതിനെതിരായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു ലേബർ പാർട്ടി MP ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ജാതിയെ
റേസായി റീഡിഫൈൻ ചെയ്യണം. റേസിസ്റ്റ് കുറ്റത്തിന് ഈ ജാതീയമായ പെരുമാറ്റങ്ങളെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ലോബി വേറെ കുറേ എം പിമാരുടെ ഇടയിൽ ലോബിങ് നടത്തി പ്രമേയം വോട്ടിനിട്ട് തോൽപ്പിച്ചു. ഇപ്പം ഇന്നും യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിൽ വീണ്ടും ഇത്തരൊരു പ്രമേയം വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആളുകളെയൊക്കെ ഈ ജാതി പറയുന്നവരെ, ചാതുർവർണ്ണ്യം പറയുന്നവരെ, ഈ ഉപനിഷത്ത് പറയുന്നവരെ ഒക്കെ തന്നെ അന്താരാഷ്ട്ര കോടതിയിൽ വേണമെങ്കിൽ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ശിക്ഷിക്കാവുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ട് ഈ വംശീയത എന്ന് പറയുന്നത് ആധുനിക രൂപത്തിൽ ഇത്രയധികം ഹിംസാത്മകമാവുകയും ഒരു നാസി പ്രസ്ഥാനത്തിലേക്ക് മാറുകയുമൊക്കെ ചെയ്തത് 250 വർഷമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും വംശീയതയുടെ തുടക്കം ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് വേണുഗോപാൽ തന്നെ പറഞ്ഞു, ഹിറ്റ്ലർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃതിയായിരുന്നു മനുസ്മൃതി. ഹിറ്റ്ലറുടെ തന്നെ റൈറ്റ് ലെഫ്റ്റനന്റ് എന്ന് പറയുന്ന ഒരു ഹിംലർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, SS-ന്റെ മേധാവി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഈ ചെറിയ ഭഗവത്ഗീതയുടെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. എവിടെ പോയാലും കൊണ്ടു നടക്കും. അദ്ദേഹം ടിബറ്റിൽ വന്ന് ഈ ചില ബുദ്ധിസ്റ്റ് വ്യായാമങ്ങൾ, എക്സസൈസ് പഠിച്ചിട്ടുണ്ട് ഈ ഹിംലർ. അതുപോലെ SS-കാർ ജൂതരെ കൊല്ലാൻ പരിശീലിപ്പിക്കുന്ന പട്ടാള ട്രെയിനിങ് ക്യാമ്പുകളിൽ എല്ലാ ദിവസവും ഭഗവത്ഗീത വായിപ്പിക്കുമായിരുന്നു ഹിംലർ എന്ന് പറയുന്ന ആൾ. കാരണം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഏത് പാതകവും ഏത് ക്രിമിനാലിറ്റിയും ചെയ്യാൻ മനുഷ്യരെ പരിശീലിപ്പിക്കുന്ന ഉത്തമ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഏത് പൊടിക്കുഞ്ഞിനെ പോലും എടുത്ത് തറയിലടിച്ച് കൊല്ലുന്നതിന് ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ചെയ്യാൻ മനുഷ്യരെ പരിശീലിപ്പിക്കുന്ന, മാനസികമായി പ്രിപ്പയർ ചെയ്യിക്കുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. അതുകൊണ്ട് എൻ്റെ ക്യാമ്പിലെ പട്ടാളക്കാരെല്ലാം നിർബന്ധമായി ഭഗവത്ഗീത വായിച്ചിരിക്കണം. അദ്ദേഹം സ്വാമി ചിന്മയാനന്ദനെ പോലെ ഭഗവത്ഗീത യജ്ഞങ്ങൾ ഈ ഹിംലർ അദ്ദേഹത്തിൻ്റെ SS ക്യാമ്പുകളിൽ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ചിന്മയാനന്ദനും നമ്മുടെ ശ്രീ രവിശങ്കരനുമൊക്കെ ഇപ്പോഴായിരുന്നു അവിടെ പോയി, അല്ലെങ്കിൽ വേറൊരു ഭഗവത്ഗീത സ്വാമി ഉണ്ടല്ലോ ഇടതുപക്ഷ യോഗങ്ങളിൽ പ്രിയപ്പെട്ട സന്ദീപാനന്ദഗിരി, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഹിറ്റ്ലറുടെ ക്യാമ്പിൽ പോയൊരു ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടത്താമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ചില പദാവലികൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പം എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഈ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടത്താൻ മനുഷ്യരെ കൊല്ലാൻ പറയുന്ന, അതായത് ഈ അർജുനൻ്റെ ഈ ഗാണ്ഡീവം താഴെ വീണ് അദ്ദേഹം എനിക്ക് രാജ്യവും വേണ്ട സമ്പത്തും വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിയ അർജുനനെ 18 അധ്യായങ്ങളുള്ള 745 ശ്ലോകങ്ങളിലൂടെ ഒരു മഹാപാതകം ചെയ്യിക്കാൻ, നൂറുകണക്കിന് ആളുകളെ എയ്തു വീഴ്ത്താൻ സന്നദ്ധമാക്കിയ ഒരു ഗ്രന്ഥമാണല്ലോ ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളെ കൊല്ലുന്നത് തെറ്റല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാരണം നമുക്ക് ഏത് കർമ്മവും ചെയ്യാം. ഈ കർമ്മത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നിർബാധിതനായിരിക്കണം. നാരായണഗുരു എങ്ങനെ നിർബാധിതനായി? നീ ചെയ്യുന്ന കർമ്മം നിന്നെ ബാധിക്കാൻ, നിന്റെ മനസാക്ഷിയെ ബാധിക്കാതിരുന്നാൽ മതി. ആരെയും കൊല്ലാം, സ്വന്തം അമ്മാവനെ കൊല്ലാം, സ്വന്തം ഗുരുവിനെ കൊല്ലാം, ഉപേക്ഷയോടെ അങ്ങ് കൊന്നാൽ മതി. ഇതാണ് അദ്ദേഹം പറയുന്ന ഈ കർമ്മ ഫലം ഇച്ഛിക്കാതെ കൊല്ലുക എന്ന് പറയുന്നതാണ്. ഏത് കൊലപാതകവും നിങ്ങൾക്ക് ഉപേക്ഷാഭാവമുണ്ടെങ്കിൽ, നിർബാധ്യതയുണ്ടെങ്കിൽ നാരായണഗുരുവിന് ഒരു അർജുനാകാം, ആരെയും കൊല്ലാം എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നിന്റെ പ്രവൃത്തി അത് എത്ര ചോര വീഴുന്നതാണെങ്കിൽ പോലും നിന്നെ ബാധിക്കാതിരിക്കുക, ഉപേക്ഷാഭാവം പുലർത്തുക. ഇതാണ് കൃഷ്ണൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരുചിന്തന ഒരാമുഖം എന്ന കൃതിയുടെ ഗ്രന്ഥകർത്താവ് കൃഷ്ണനാണോ എന്ന് പോലും നമുക്ക് തെറ്റിദ്ധരിച്ചു പോകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥകർത്താവിൻ്റെ പേരില്ലാത്തതുകൊണ്ട്. എന്തായാലും ഗുരുചിന്തന ഒരു രാമുഖം എന്ന കൃതി കൃഷ്ണനെ പോലെ ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഭഗവത്ഗീത രചിച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു കൃതി രചിക്കാൻ കഴിയുകയുള്ളൂ. വേറൊരു ഈ എൻ്റെ പുസ്തകത്തിലെ പല സ്ഥലങ്ങളിലും ഗാന്ധിജി ഇത് ഒരു മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഇതല്ല. ഈ ഗാന്ധിയൻ ആശയങ്ങളോട് ഈ വിമർശനം ഉന്നയിച്ച സെൻറ്റ് ജോസഫിനുള്ള അതിനോട് യോജിച്ച് അടുത്ത് നിൽക്കുന്ന വിമർശനങ്ങളുള്ള ഒരാളാണ് ഞാനും. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ തന്നെ റിപ്രസ്ഡ് സെൽഫാണ്. ഗാന്ധിജി തന്നെ സ്വയം അമർത്തി വെച്ചിരുന്ന ഒരു സെൽഫിൻ്റെ പൊട്ടിത്തെറിയാണ് ഗോഡ്സെയുടെ വേഷത്തിൽ വന്ന് അദ്ദേഹത്തിനെ കൊന്നത് എന്ന് ഉള്ള ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം ഗാന്ധിജിയുടെ ഈ സനാതന ഹിന്ദുത്വം തന്നെയാണ് ഗോഡ്സെയുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത്. പക്ഷേ ഗാന്ധിജിക്ക് വ്യക്തിപരമായ ചില ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്, കള്ളത്തരമില്ല.
അത് പറയുന്നത് വിശ്വസിക്കുന്നു. അതാണ് അദ്ദേഹത്തിന് പ്രശ്നം. അദ്ദേഹം സനാതന ഹിന്ദുവാണ് എന്ന് പറയുന്ന വോട്ട് നേടാനായിരുന്നില്ല, അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു. അത്ര യാഥാസ്ഥിതികത്വത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്ന ഈ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മതഗ്രസ്തമാക്കി മാറ്റി, റിലീജിയസായി സേക്രലൈസ് ചെയ്തു. ഈ സേക്രലൈസേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പ്രോഡക്റ്റാണ് വല്ലഭായ് പട്ടേലും ഗോഡ്സെയും 25 ഈ നാഗപ്പൂരിലുണ്ടായ RSS VD സവർക്കർ എന്ന് പറയുന്ന സംഘടന യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ രൂപീകരണത്തിൽ, അവരെയൊക്കെ സൃഷ്ടിയിൽ ഗാന്ധിജിയുടെ ഈ മതാത്മക രാഷ്ട്രീയത്തിന് വഹിച്ച പങ്ക് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ വലിയ മതസംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ഇമേജ് കൊണ്ട്, പ്രതിച്ഛായ കൊണ്ട് വയലൻസ് ഒഴിവാക്കാം. അദ്ദേഹം വയലൻസിന് അനുകൂലമായിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ തൻ്റെ പ്രതിച്ഛായ കൊണ്ട് വയലൻസ് ഒഴിവാക്കാം. ഇപ്പം നവഖാലിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു പരിധിവരെ വയലൻസ് ഒഴിവാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പാർട്ടീഷനെ തുടർന്നുണ്ടായ ഈ വയലൻസിന് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷേ ഒരു മനുഷ്യൻ തൻ്റെ പ്രതിച്ഛായ കൊണ്ടാണ്, തന്നിലുള്ള മറ്റു മനുഷ്യർക്കുള്ള വിശ്വാസം കൊണ്ട് അവർ കൊലപാതകികളും അക്രമകാരികളുമായി മാറുന്നില്ല എങ്കിൽ ഗാന്ധിജി മനുഷ്യരുള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കണം. കാരണം ഗാന്ധിജി ഒരു വലിയ ആളുകൾ സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഗാന്ധിജി വന്നാൽ അവർ ആയുധം താഴെ വീഴുമെങ്കിൽ ഗാന്ധിജി അനശ്വരനായിരിക്കണം. അപ്പോൾ ഗാന്ധിജിയോട് തീർന്നല്ലോ. ഈ ഗാന്ധിജിയുടെ ഇമേജുള്ള മറ്റു മനുഷ്യർ ഒന്നും ഇന്ത്യയില്ലാതിരുന്നുകൊണ്ട് ഗാന്ധിക്ക് ശേഷം എത്രയോ വർഗീയ ലഹളകൾ, സംഘടനകളുണ്ടായി. അപ്പോൾ ഇതൊരു തെറ്റായ രാഷ്ട്രീയമാണ്. ഒരാളിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മറ്റു മനുഷ്യരിൽ സ്വാധീനമുണ്ടാക്കി അവരെ അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായ രാഷ്ട്രീയമാണ്. അങ്ങനെയല്ല അക്രമം അവസാനിപ്പിക്കേണ്ടത്. അക്രമത്തിനെതിരായ കർശനമായ നിയമനിർമ്മാണങ്ങളും മൂല്യങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയുടെ ഇമേജ് കൊണ്ടല്ല, അയാളുടെ സദ്ഗുണം കൊണ്ടല്ല, അയാളുടെ എന്തെങ്കിലും നല്ല അൽസ്വഭാവം കൊണ്ടല്ല സമൂഹത്തിൽ അക്രമരഹിതമാക്കേണ്ടത്, സമൂഹത്തെ മതേതരമാക്കേണ്ടത്. അപ്പം ഇങ്ങനെ പറയുന്ന ഗാന്ധിജിയുടെ ഈ മതാത്മക രാഷ്ട്രീയം, അത് കാരണം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അങ്ങനെയായിരുന്നു. നമ്മുടെ നല്ല മനുഷ്യരെ ആണ് മാതൃകയാകേണ്ടത്, നല്ല മനുഷ്യരെ കണ്ടിട്ട് വേണം സമൂഹം പഠിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് ഇതൊക്കെ പ്രീ മോഡേൺ പൊളിറ്റിക്സ് ആണ്. ഈ നല്ല മനുഷ്യർ, ആചാര്യന്മാർ എന്നൊക്കെ പറയുന്നത് ഇതല്ല കൃത്യമായ അമൂർത്തമായ നിയമങ്ങൾ. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു രേഖ, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ന് 2002 ഗുജറാത്തിൽ നടന്ന നരഹത്യയെക്കുറിച്ച്, മുസ്ലിം ഹത്യയെക്കുറിച്ച് ടീസ്റ്റാ സെതൽവാദ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയ്ക്ക് നിരവധി കോടതികളിൽ കേസ് കൊടുക്കാനും ഒരു മന്ത്രി ഉൾപ്പെടെ ആളുകളെ ശിക്ഷിപ്പിക്കാനും കഴിഞ്ഞത്. ഇന്നും മോദിക്കെതിരെ ലോക കോടതിയിലും അമേരിക്കനിലെ പല കോടതികളിലും കേസുണ്ട്. ഇതൊക്കെ റിട്ടൺ നിയമമുള്ളത് കൊണ്ടാണ്, സൽസ്വഭാവത്തിൻ്റെ പേരിലല്ല. അപ്പോൾ ഇത്തരം രീതിയിലുള്ള മതേതരമായ കാര്യങ്ങളാണ് നമുക്ക് ഈ ഇന്ന് സമകാലീനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തിനെതിരെ വയ്ക്കാൻ. അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം, ഒരു മതത്തിൻ്റെ തിന്മയ്ക്കും ഒരു മതത്തിൻ്റെ അനീതിക്കും ബദൽ മറ്റൊരു മതത്തെ സ്ഥാപിക്കുക എന്ന രീതിയിൽ എനിക്ക് യോജിപ്പില്ല. നമ്മുടെ പരിഹാരം എത്ര ക്ലേശകരമാണെങ്കിൽ പോലും മോഡേൺ സയൻസ് ആൻഡ് ഡെമോക്രസി മാത്രമേ മനുഷ്യനുള്ളുള്ളൂ. റീസൺ തന്നെയാണ് മനുഷ്യൻ ഏറ്റെടുക്കേണ്ടത്. യുക്തിയാണ്. യുക്തി എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇൻസ്ട്രുമെൻ്റലായിട്ടല്ല. നമ്മൾ മോഡേൺ ടെക്നോളജി ഇഷ്ടംപോലെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു. പക്ഷെ ഒരിക്കലും ഈ റോക്കറ്റിനെ സാധ്യമാക്കുന്ന നോളജ് ഉണ്ട്. ഈ നോളജ് ഇന്ത്യക്കാർ ഒരിക്കലും സ്വീകരിക്കത്തുമില്ല. നമ്മുടെ ഇന്നലെ ഞാൻ വന്ന ട്രെയിനിലൊരു TTR എന്ന് ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 മൊബൈലുണ്ട്. പക്ഷേ തലയ്ക്ക് മുന്നിൽ ഒരു പൂണൂലും, ഒരു ഇതെന്താ അതിന് പറയുന്ന കുടുംബ, വളരെ ചെറുപ്പക്കാരനാണ്, 25 വയസ്സേ കാണത്തുള്ളൂ. അദ്ദേഹത്തിന് പൂണൂല് പുറത്ത് കാണുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് 25 വയസ്സുള്ള ഈ ചെറുപ്പക്കാർ പോലും പൂണൂലും കുടുമയും വെക്കുന്ന തരത്തിലേക്ക് ജാതിബോധം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഇവർ യൂറോപ്പിൻ്റെ സാങ്കേതികവിദ്യയും സാങ്കേതിക ഉപകരണങ്ങളും ഡിവൈസസും എല്ലാം ഇവർ സൂക്ഷിക്കുന്നു. ഇവർ പലതരത്തിലുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്, പല ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ 2002 ഗുജറാത്തിലും ഇതുപോലെ ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് മോഡിയെ കഴിഞ്ഞ 2014 വലിയ വികസന നായകനാക്കിയത് ഈ പറയുന്ന യൂറോപ്പ് കണ്ടുപിടിച്ച നോളജിൻ്റെ ഫലമായി ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ച ഇലക്ട്രോണിക് ഡിവൈസസും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഉപയോഗിച്ചാണ്. ഇതൊക്കെ യൂറോപ്യൻ സംഭാവനകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ യൂട്ടിലിറ്റേറിയൻ ഉപയോഗപരമായ വശങ്ങളെ സ്വീകരിക്കുകയും അതിൻ്റെ പിന്നിലെ തത്വചിന്തയും നോളജിനെയും ആറ്റിറ്റ്യൂഡിനെയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീഹരിക്കോട്ടയിൽ എപ്പോഴും നമ്മുടെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒന്നുകിൽ ഗണപതി പൂജ നടത്തിയിട്ടോ അതിൻ്റെ അടിയിലൊരു നാരങ്ങ വെച്ച് പൊട്ടിച്ചിട്ടുമൊക്കെയാണ്. എത്ര ബാലിശമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു റോക്കറ്റ് വിദഗ്ധനെ, ഒരു മിസൈൽ വിദഗ്ധനെ നമ്മൾ വലിയ ശാസ്ത്രജ്ഞനായി അബ്ദുൽ കലാം പിന്നെ പ്രസിഡൻ്റായതിൻ്റെ പേരിൽ
കൊണ്ടാടിയാണ്. ഈ ഒരു മിസൈൽ നന്നാക്കുന്ന ആൾ, നമ്മുടെ റോഡ് വക്കിൽ ഈ സ്കൂട്ടർ നന്നാക്കുന്ന ആളും മിസൈൽ രണ്ടും രണ്ട് യന്ത്രങ്ങളാണ്. ഒരു സ്കൂട്ടറിൻ്റെ യന്ത്രവും മിസൈലിൻ്റെ യന്ത്രവും രണ്ട് യന്ത്രമാണ്. അപ്പം ഈ റോഡ് വക്കിലൊക്കെ കറുത്ത എണ്ണയും പുരട്ടി റോക്കറ്റ് നന്നാക്കുന്നവനും മിസൈൽ റിപ്പയർ മെക്കാനിക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അബ്ദുൽ കലാമിന് ശാസ്ത്രജ്ഞനാകാമെങ്കിൽ നമ്മുടെ സ്കൂട്ടർ മെക്കാനിക്കുകളെയൊക്കെ തന്നെ ശാസ്ത്രജ്ഞന്മാരായി പറയേണ്ടി വരും. ഇദ്ദേഹം പ്രസിഡൻ്റായത്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതോടുകൂടി ഒരു മൂന്നാംകിട മെക്കാനിക്കിനെ, അതും ITI കാരനെ, സാധാരണ ഡിപ്ലോമ പോലും ഇല്ല അയാൾക്ക്, വെറും ITI കാരനെ, പണ്ട് നമ്മുടെ ITക്ക് വിടുക എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിട്ട് മദ്രാസിലോ ചെന്നൈയിലോ ബോംബെയിലോ എന്തെങ്കിലും പണി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഒരു കോഴ്സാണ് ITI എന്ന് പറയുന്നത്. ഈ ITI പാസ്സായിട്ട് ISRO ചേർന്ന് അവിടെ റോക്കറ്റിൻ്റെ നട്ടും പൊട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് DRDO ചേർന്നു, അവിടെ മിസൈലിൻ്റെ നട്ടും പൊട്ട് കഴിച്ചു. ഇങ്ങനെ മുസ്ലിങ്ങളെ പ്രസിഡൻ്റാക്കുക എന്ന് പറയുന്ന ഒരു രീതി, രാഷ്ട്രീയം വന്നപ്പോൾ അയാളുടെ ഭാഗ്യം കൊണ്ട്, നമ്മുടെ ഇന്ത്യക്കാരുടെ നിർഭാഗ്യം കൊണ്ട് ഇയാൾ പ്രസിഡൻ്റായി. എന്നിട്ട് ഇയാൾ ഭയങ്കര ഐൻസ്റ്റീനേക്കാളും വലിയ ശാസ്ത്രജ്ഞനായി. ഇവിടുത്തെ പ്രൊഫസർമാർ അഗ്നിച്ചിറകുകൾ, സ്കൂളുകളിലൊക്കെ പോയി കുട്ടികളോട് വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കുക, ധാരോപദേശം നടത്തുക, ശാസ്ത്രത്തിൻ്റെ പ്രതീകമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തോട് ഇന്ത്യക്കാർ ഒരിക്കലും ശാസ്ത്രത്തെ അതിൻ്റെ സൈദ്ധാന്തിക തലത്തിൽ അംഗീകരിച്ചിട്ടില്ല. ഐൻസ്റ്റീൻ്റെ യന്ത്രത്തെ സ്വീകരിക്കും, ഐൻസ്റ്റീൻ്റെ മനസ്സിനെ സ്വീകരിക്കില്ല. ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാവുന്ന യന്ത്രങ്ങളെ മുഴുവൻ സ്വീകരിക്കും, ന്യൂട്ടൻ്റെ സയൻറ്റിഫിക് മൈൻഡിനെ നമ്മൾ സ്വീകരിക്കില്ല. അതുപോലെ ഗലീലിയോയുടെ, അതുപോലെ ആർക്കിമെഡീസിൻ്റെ, യൂക്ലിഡിൻ്റെ ഒന്നും സയൻറ്റിഫിക് മൈൻഡിനോട് പരമപുച്ഛമാണ് ഇന്ത്യക്കാർ. അതിനേക്കാളിലും ഈ ഗ്രഹണത്തെ പാമ്പ് വിഴുങ്ങുകയാണ്, ചന്ദ്രനെ വിഴുങ്ങുകയാണ് എന്ന് തൻ്റെ ആര്യഭടീയത്തിൽ എഴുതിയ ഒരു മുറി അസ്ട്രോണമറുണ്ട്, ആര്യഭടൻ എന്ന് പറയുന്ന. അദ്ദേഹത്തിന് പ്രതിമയൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മുറിവൈദ്യൻ എന്ന് പറയുന്ന പോലെ ഒരു മുറി അസ്ട്രോണമറാണ് ഇയാൾ. ആര്യഭടീയം എന്ന പുസ്തകം എഴുതിയ ഈ ഗ്രീസിൽ നിന്ന് വന്ന ചില അസ്ട്രോണമിക്കൽ ടെക്സ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് ആര്യഭടീയം സംസ്കൃതത്തിൽ എഴുതി. അത് ശ്ലോകത്തിലാണ്. ഒരിക്കലും ഒരു ശാസ്ത്രം ശ്ലോകത്തിൽ എഴുതാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളെന്ന് പറയുന്ന മുഴുവൻ പദ്യത്തിലും ശ്ലോകത്തിലുമാണ് എഴുതുന്നത്. കാരണം ഈ സയൻസിൻ്റെ ഭാഷ, ഫിലോസഫിയുടെയും സയൻസിൻ്റെയും ഭാഷയായിട്ടാണ് പ്രോസ്, ഗദ്യം കണ്ടുപിടിച്ചത്. ഒരിക്കലും ഈ കേരള ഗണിതമെന്ന് പറയുന്നവർ വരെ ഗദ്യത്തിലാണ് കണക്കെഴുതുന്നത്. ഒരിക്കലും ഗദ്യത്തിൽ കണക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആര്യഭടന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഈ ഈജിപ്ഷ്യൻ ഗ്രീക്ക് ആൾട്ടിറ്റ്യൂഡിൽ നടത്തിയിട്ടുള്ള ചില അസ്ട്രോണമിക്കൽ കാൽക്കുലേഷനെ ഇവിടെ ഒരു വ്യത്യസ്തമായ ആൾട്ടിറ്റ്യൂഡിൽ കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ആവറേജ് അസ്ട്രോണമിക്കൽ സെൻസിറ്റിവിറ്റി പോലും ഇല്ലാതിരുന്ന ഒരു ആര്യഭടനെയാണ് ഇന്ന് ഭയങ്കര ആര്യഭടനും വരാഹമിഹിരനും. അപ്പോൾ ഈ ആര്യഭടനാണല്ലോ ആദ്യത്തെ ടെക്സ്റ്റ് എഴുതിയത്, ആര്യഭടീയം. അപ്പോൾ ഈ ആര്യഭടീയത്തിൽ ഇദ്ദേഹത്തിലാണ് ഈ ഗ്രീക്കുകാർ വഴി കുറേ ടെക്സ്റ്റുകൾ കിട്ടി, ഗ്രീക്ക് അസ്ട്രോണമിക്കൽ ടെക്സ്റ്റുകൾ. ഈ ടെക്സ്റ്റുകൾ ഓരോരോ ആൾട്ടിറ്റ്യൂഡിലും ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ റിസൾട്ട് ഡിഫറൻ്റ് ആകും. പക്ഷേ ഈ വരാഹമിഹിരനും ആര്യഭടനും ഇത് അറിയത്തില്ല. ഇവരിവിടെ തെറ്റ്. അപ്പോൾ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു അവരുടെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റാണെന്ന്. പിന്നെ ഈ കാൽക്കുലേഷൻ ഇന്ത്യയിൽ നടത്തിയിരുന്നത് ഈ ഓസ്പീഷ്യസ് ഡേറ്റുകൾ കണ്ടുപിടിക്കാനാണ്, പിന്നെ കൃഷി അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ ആർക്കിമെഡീസിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു ഉപയോഗത്തിനായിരുന്നില്ല. അവർ ഈജിപ്തിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും ബാബിലോണിയൻ മാത്തമാറ്റിക്സും ഈജിപ്ഷ്യൻ ജോമെട്രിയും എടുക്കുമ്പോൾ ഈജിപ്തുകാരുടെ ലക്ഷ്യം നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വെള്ളം കയറുന്ന വസ്തു അളന്ന് പിന്നെ അത് കയറുമ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പകരം ഒരു കാൽക്കുലേഷനുള്ള മെത്തേഡായിരുന്നു. അവിടെ കയറൊക്കെ പിടിച്ചിട്ടാണ് ഇത് അളക്കുന്നത്. പക്ഷേ ആർക്കിമെഡീസിൻ്റെ ലക്ഷ്യം ഗ്രീക്ക് സമൂഹത്തിലെ ഏതൻസിലെ നാളത്തെ എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഒരു നോളജിനോടുള്ള അമൂർത്തമായ ആഗ്രഹമല്ല, നോളജിനെ പറ്റിയുള്ള പ്ലഷർ. ഇതാണ് തിയററ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് റിസൾട്ട് അല്ല അവരുടെ ലക്ഷ്യം. പക്ഷേ യൂറോപ്പിൻ്റെ സയൻസ് മറ്റു പല രാജ്യങ്ങളിലും, ചൈന, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഇവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവരൊന്നും തന്നെ യൂറോപ്യൻ സയൻസിൻ്റെ തിയറിയെ തള്ളിക്കളയുകയും അതിൻ്റെ പ്രോഡക്റ്റിനെ, യന്ത്രങ്ങളുടെ രൂപത്തിലുള്ള പ്രോഡക്റ്റിനെ സ്വീകരിച്ചിട്ട് നമ്മുടെ പൗരാണികമായ അന്ധവിശ്വാസങ്ങളെ അതുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്നത്. അതുകൊണ്ടാണല്ലോ റോക്കറ്റിന് മുൻപ് ഈ വിഘ്നം ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഗണപതി പൂജ നടത്തുക എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇന്ത്യൻ സമൂഹം ശാസ്ത്രത്തെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. ഇതാണ് ഈ ശാസ്ത്രവിരുദ്ധതയാണ് ഇന്ന് സംഘപരിവാറിൻ്റെ ഫാസിസത്തിൻ്റെ രീതിയിലേക്ക് വന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. നേരത്തെ ഇവിടെ അജയശേഖറാണ് ഒരു ആശങ്ക, എനിക്കുണ്ട് ആശങ്ക, അടുത്ത മാർച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ശ്വാസം വിടാം എന്നത്. പക്ഷെ ഒരുപക്ഷെ നാല് സംസ്ഥാനങ്ങളല്ലേ, 4 സംസ്ഥാനങ്ങളിൽ BJP തോൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ തോറ്റില്ലെങ്കിൽ പോലും അത് സംഘപരിവാറിനെ
കാര്യമായി ബാധിക്കും. കാരണം സംഘപരിവാർ ഒരു തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. കഴിഞ്ഞ 91 വർഷം കഴിഞ്ഞു. അവർ മനുഷ്യരുടെ ലോകബോധത്തിൻ്റെ, മനുഷ്യരുടെ മിത്തുകളുടെ, മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളുടെ തലത്തിൽ വളരെ ക്ഷമാപൂർവം കഴിഞ്ഞ 91-92 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോറ്റാലും ഇന്ത്യൻ ജനതയുടെ മനസ്സിനെ അവർ കീഴടക്കി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ സോക്കാൾഡ് മതേതര ഇടതുപക്ഷ പാർട്ടികളിലും ഒരു സ്വയം സേവകനുണ്ട്. ഇന്ന് ആ സേവകൻ കയറിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ലും CPI-ലും കോൺഗ്രസിലും ജനതാ പാർട്ടിയുടെയും ഒക്കെ മനസ്സിൽ അവരറിയാതെ തന്നെ ഒരു സ്വയം സേവകനുണ്ട്. ഏത് സമയത്തും ഈ സ്വയം സേവകൻ പുറത്തു വരാം. അതുകൊണ്ടാണല്ലോ എപ്പോഴും പല മതേതര പാർട്ടി ആളുകൾ പെട്ടെന്ന് BJP-യിലേക്ക് മാറുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും 10, 50, 60 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കൾക്ക് പോലും ഒരു പ്രതിസന്ധിയുമില്ലാതെ, ഒരു മാനസിക സംഘർഷവുമില്ലാതെ BJP-യിലോ സംഘപരിവാറിലോ ചേരാൻ കഴിയണമെങ്കിൽ ഈ സംഘപരിവാറിൻ എന്ന് പറയുന്നത് ഒരു സംഘടന അല്ലാതായിരിക്കുകയും അതൊരു ആശയമായി മാറുകയും ചെയ്തിരിക്കുന്നത്. അദൃശ്യമായ ഒരാശയം, ഒരു ഇടതുപക്ഷക്കാരനെ പോലും ഏത് സമയവും പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരാശയമായി, ജീവിതബോധമായി, ലോകബോധമായി സംഘപരിവാർ അതിൻ്റെ നീരാളി കൈകൾ ഈ ഇന്ത്യൻ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെപ്പോലുള്ള കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകളായി മാത്രമായിരിക്കും പക്ഷേ ഈ ആപത്ത്, അത്യാപത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രകാശ് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ തയ്യാറായതും ആ പുസ്തകത്തെപ്പറ്റി ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ തയ്യാറായതുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നാം വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ RSS സംഘപരിവാർ എന്ന പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്ന ഫാസിസത്തിൻ്റെ, ഈ ഫാസിസ്റ്റ് വിപത്തിൻ്റെ വ്യാപ്തി എന്ന തിരിച്ചറിവ് പ്രസാധകർക്കുമുണ്ട്, ഇതിൻ്റെ ചർച്ച സംഘടിപ്പിച്ചവർക്കുമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.